പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണം. അറിയാവുന്ന എല്ലാവരും ചേർന്ന് പാടാം. കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ, കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ, കർത്താവേ, യാചന നൽകണമേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേരത് പൂർണ്ണമായി അംഗീകരിക്കുന്നു? പുത്രന്റെ നാമത്തിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും സ്വർഗപിതാവിന്റെ മഹത്വത്തിനു വേണ്ടി ചെയ്തു തരുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി, വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി ദൈവമുൻപിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിങ്ങളുടെ വേദനകളെ മാറ്റിത്തരുവാൻ സർവശക്തന് കഴിവുണ്ട്. പുത്രന്റെ നാമത്തിൽ യാചിച്ചാൽ ഇന്ന് ഉത്തരം ലഭിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ആ വരികൾ ഒന്നുകൂടെ ചേർന്ന് പാടാമോ? പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പുത്രന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, സഹായിക്കണമേ. പുത്രന്റെ നാമത്തിൽ യാചിക്കുന്ന എല്ലാ യാചനകൾക്കും ഉത്തരം നൽകണമേ. വേദനകളെ പരിഹരിക്കണമേ, ബന്ധനങ്ങളെ അഴിക്കണമേ, അനുഗ്രഹം പകരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കയ്യിലെ വിലങ്ങ് ഉരുമി ഓടിച്ച് അങ്ങനെ ഭയങ്കരമായ ആക്രമണം അഴിച്ചുവിട്ട് നടന്ന ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് വരെ ഇന്നലെ കേട്ടു. എന്നാൽ ഇന്നും കയ്യോ കാലോ അനക്കാൻ കഴിയാതെ വിലങ്ങിനകത്ത് കുടുങ്ങിക്കിടക്കും പോലെ പാരമ്പര്യത്തിന്റെ ബന്ധനത്തിലും മതാനുഷ്ഠാനങ്ങളിലും അതേ കർമ്മപ്രശംസയിലും വ്യർത്ഥമായി അതേ വിശ്വസിച്ചുകൊണ്ട് ഇന്നും ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ
ദൈവത്തിന്റെ സത്യവചനത്തെ ഉള്ളതുപോലെ അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ പാപത്തിന്റെ വഴികളിലൂടെ, പൈശാചികമായ ചിന്തയിലൂടെ, ദോഷപ്രവർത്തനങ്ങളിലൂടെ നരകയാത്ര ചെയ്തുകൊണ്ട് നിത്യനാശത്തെ വേഗത്തിൽ പ്രാപിക്കുവാൻ പോകുന്ന എത്രയോ വിലങ്ങിന് ബന്ധനത്തിന് അടിമകളായവരും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, അതേ മനുഷ്യനെ ആത്മീകനാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന ആ സ്വർഗീയ പദ്ധതി മനുഷ്യന് മനസ്സിലാക്കി കൊടുത്ത് അവനെ ദൈവീക പദ്ധതിയുടെ ആ പൂർത്തീകരണത്തിലെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അനാദിയും അനന്തവുമായ ആ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത്. ഈ ലോക ജീവിതത്തിൽ ബന്ധനങ്ങളും കഷ്ടങ്ങളും പരീക്ഷകളും പോരാട്ടങ്ങളുമുണ്ട്. അതിന് വിടുതൽ നൽകുവാനാണ് ദൈവപുത്രനായവൻ സ്വർഗമഹിമ വെടിഞ്ഞു താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, അതിന്റെ അടുത്ത പടികളിലേക്ക് അവനെ നടത്തേണ്ടത് ദൈവിക പദ്ധതിയിലുള്ളതാണ്. അതിനെക്കുറിച്ച് അല്പമായി നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ ചിന്തിച്ച് നമുക്ക് ഈ സ്ഥലം വിട്ട് അനുഗ്രഹത്തോടെ കടന്നു പോകാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 102-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 15-ാമത്തെ വാക്യം ഇപ്പോൾ നമുക്ക് വായിക്കാം. യഹോവ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. ദൈവത്തിന് മഹത്വം. മലയാളത്തില് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. മറ്റു ഭാഷകളിലൊന്നും അത് കുഴപ്പമില്ല. കർത്തർ സിയോനെ കട്ടി തമത് മഹിമയിലെ വെളിപ്പെടുവാൻ. The Lord shall build up Zion and he shall appear in his glory. ദൈവം സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ഇതാണ് നമ്മുടെ ചിന്താവിഷയം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്നും അവന്റെ വിടുവിക്കുന്ന അത്ഭുതങ്ങളുടെ കരത്തെ അനുഭവിച്ച് ആസ്വദിച്ചറിയണമെന്നുമായിരുന്നുവല്ലോ. ഇന്നും തന്റെ രക്ഷണ്യ പ്രവൃത്തി കർത്താവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ സ്നേഹിക്കുവാനായിട്ട് സർവഭൂസീമാവാസികളെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ ഏതാണ്ട് 2700 വർഷത്തിന് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് പ്രവചനാത്മാവിൽ അങ്ങ് അകലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിച്ചു. സർവഭൂതലത്തോടും വിളിച്ചു പറയണം, ഇതാ ഉയരത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു, സർവഭൂസീമാവാസികളുമായുള്ളവരേ. യെശയ്യാവിന്റെ കാലത്ത് ഭൂസീമാവാസികളെയെല്ലാം വിളിക്കാൻ അവകാശമില്ല. ന്യായപ്രമാണപ്രകാരം ജീവിക്കുന്ന ഇസ്രായേലിയന്, യഹൂദ സമൂഹത്തിന്, പരിച്ഛേദനയേറ്റതായ ഇസ്രായേലിയന് മാത്രമേ ദൈവത്തെ വിളിക്കാൻ അവകാശമുള്ളൂ എന്നാണ് അന്നത്തെ ധാരണ. യെരൂശലേമിൽ ഒരു ആലയമുണ്ട്, അവിടെയാണ് ആരാധന, വേറെയെങ്ങും ആരാധിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് പരസ്യമായ വിശ്വാസം. ന്യായപ്രമാണത്തിൽ അവർക്ക് മാത്രമാണ് അവകാശം. പുത്രത്വവും തേജസ്സും മഹിമയും പിതാക്കന്മാരും ന്യായപ്രമാണവും ആരാധനയും ആലയവും എല്ലാം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തങ്ങളുടെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്നതായ പാരമ്പര്യവാദികളായ ആ യഹൂദ സമൂഹം, ആ ഇസ്രായേൽ കൂട്ടം, അവരുടെ നടുവിൽ ദൈവത്തിന്റെ ആലോചന വന്നു. ഈ യഹൂദന്മാര് മാത്രമല്ല, ഈ ഇസ്രായേൽ സമൂഹം മാത്രമല്ല, സകല ഭൂസീമാവാസികൾക്ക് ഒരു വലിയ രക്ഷാമാർഗമുണ്ട്. ഒരു വിടുതലിന്റെ പാത തുറന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും മോക്ഷത്തിലേക്ക് പോകുവാൻ അവകാശമുണ്ട്. വിശ്വസിക്കുന്നുവോ? ദൈവവചനം വിശ്വസിക്കുന്നവരെല്ലാം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ,
ദൈവശബ്ദം മുഴങ്ങിക്കേട്ടു. സർവഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കലേക്ക് തിരിയുവീൻ. ഭൂസീമാവാസികളെ മുഴുവനും വിളിക്കുന്ന ഒരുവന്റെ ശബ്ദം, എങ്കലേക്ക് തിരിയുവീൻ, അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാനാണ് ദൈവം, വേറൊരുത്തനുമില്ല. ഈ പ്രഖ്യാപനം നടത്തുവാൻ ധൈര്യമുള്ളവനായി ലോകത്തിലേക്ക് ഒരുവൻ വരുന്നതിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സകല ഭൂസീമാവാസികൾക്കും രക്ഷ നേടുവാനുള്ള ഒരു മാർഗം തുറക്കുന്നു. ഒരുവന്റെ ശബ്ദം മുഴങ്ങുന്നു. ആരാണവൻ? ആ ശബ്ദം അന്നാരും അറിഞ്ഞില്ല. ആ ശബ്ദം വിളിച്ചു പറഞ്ഞ് ഏതാണ്ട് 700 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തു പറഞ്ഞിരുന്നു. യഹൂദന്മാര് അടയാളം തിരഞ്ഞു നടക്കുകയാണ്. യവനന്മാർ അഥവാ ഗ്രീസിലുള്ളവര്, അവര് ജ്ഞാനമന്വേഷിക്കുകയാണ്. എന്നാൽ ഈ അടയാളം തിരയുന്നവർക്കും ജ്ഞാനമന്വേഷിക്കുന്നവർക്കും എല്ലാവർക്കും മീതെ ഉന്നതമായ ഒരു അടയാളം ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് വരുത്തുമെന്ന് യെശയ്യാവ് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുവാൻ ദൈവാത്മാവ് അവന്റെ വായിൽ വാക്കുകൾ കൊടുത്തു. യെശയ്യാ 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം. ഇപ്പോൾ വാക്യങ്ങളെല്ലാം വായിപ്പിച്ച് സമയം ദീർഘിപ്പിക്കുവാൻ ഇല്ലായകയാൽ ഞാൻ വിഷയത്തിൽ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദേശനിവാസികളെ, പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു, സകല ഭൂസീമാവാസികൾക്കും തിരിഞ്ഞു നോക്കുവാൻ, അതെ, കണ്ണുകളെ ഉയർത്തി നോക്കുവാൻ ഇതാ ഒരുവൻ. അതാരായിരുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ചാണ് കേട്ടത്. എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നവന്റെ ശബ്ദം. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നൊരുവൻ ചോദിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വന്നു. ലോകത്തിൽ വന്ന് ചോദിച്ചു, അതെ, ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചാൽ അത് ദൈവത്തോട് ശത്രുത്വമാണ്. ഈ ലോകത്തിലുള്ളത് ഏതിനെ സ്നേഹിച്ചാലും അതെല്ലാം ക്ഷണികമാണ്, അതെല്ലാം മാഞ്ഞു പോകുന്നതാണ്, സമ്പത്ത് നശിച്ചു പോകും. സൗന്ദര്യം, ഇന്ന് കാണുന്ന സൗന്ദര്യം നാളെ ക്ഷയിച്ചു പോകും. ഇന്നത്തെ ഈ ലോകത്തിലെ പ്രതാപങ്ങൾ, മഹത്വങ്ങൾ, സ്ഥാനമാനങ്ങൾ അതെല്ലാം നഷ്ടമായി പോകും. ഇന്ന് ആരോഗ്യശാലിയായിരിക്കുന്നവൻ നാളെ വെറും ബലഹീനനായി തളർന്നു പോകുന്നത് നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മൾ കാണുന്നില്ലേ? ദൃഢഗാത്രരായി കടന്നു പോകുന്ന മനുഷ്യർ പോകുന്ന വഴിയിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇതാ അറ്റാക്ക്, വീണു മരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രഷർ കൂടി, എന്തൊക്കെയോ ഭയങ്കരമായ സംഭവങ്ങൾ, രോഗങ്ങൾ, ദാരുണമായ കാഴ്ചകൾ നമ്മുടെ മുൻപിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഈ അല്പസമയം കൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഒന്ന് ഓർപ്പിക്കട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം, യൂറോപ്പിന്റെ പ്രതാപമായിരുന്ന ഒരു കാലത്ത് ലോകം മുഴുവനും അതേ ശ്രദ്ധയാകർഷിച്ച് പിടിച്ചുപറ്റിയ ഒരു ഭയങ്കര സംഭവമായിരുന്നു ടൈറ്റാനിക്. ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വത്തിന്, മനുഷ്യന് ആ എല്ലാവിധമായ അഭയവും നൽകുന്നതിന് അവസാന വാക്കായി പറഞ്ഞിരുന്ന വാക്കായിരുന്നു ടൈറ്റാനിക്. അതിനകത്ത് എല്ലാ സുരക്ഷിതത്വ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. അത് യാത്ര പുറപ്പെട്ടാൽ ചെന്നെത്തേണ്ട സ്ഥലത്ത് ചെന്നെത്തും എന്ന് എഡ്വേർഡ് സ്മിത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടത്. അറിയാമോ? എല്ലാവരും കേട്ടിട്ടുള്ളതാ, പറയാനറിയാം. എന്നെക്കാളും അറിയാവുന്നവരാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കന്നിയാത്ര, ആരംഭയാത്ര പുറപ്പെടുമ്പോൾ അതിനകത്തിരുന്നു കൊണ്ട് ക്യാപ്റ്റൻ വെല്ലുവിളിച്ചു പോലും ഇത് ദൈവം വിചാരിച്ചാൽ പോലും തകർക്കാൻ പറ്റാത്തതായ ഒരു നൗകയാണ് എന്ന് വെല്ലുവിളിച്ചു പറഞ്ഞെന്ന്. എന്നാൽ ആ ഒന്നാമത്തെ യാത്ര അങ്ങെത്തിച്ചേർന്നില്ല. സതാംപ്ടൺ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക്, അതേ UK-യിൽ നിന്ന് US-ലേക്കുള്ള യാത്ര ഇങ്ങനെ പുറപ്പെട്ടു പോകുന്ന വഴിയിൽ തന്നെ ഏതാണ്ട് 1500-ലധികം പേര് ആ സമുദ്രത്തിന്റെ അഗാധത്തിലേക്ക് താണുപോയത് നമുക്കറിയാം. നമ്മൾ കേൾക്കുന്നു
ഇപ്പോഴും അതിന്റെ വാർത്തകൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിലൊരു ദൈവഭക്തൻ ഉണ്ടായിരുന്നു പോലും, ജോൺ ഹപ്പർ എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ, ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു പോലും. അദ്ദേഹത്തിന് ലൈഫ് ജാക്കറ്റ് കിട്ടി. അദ്ദേഹം അതിലിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് ഈ ജാക്കറ്റ് അവന് കൊടുത്തു. ഒരു പലക കഷണം കിട്ടി, ഒരു ചെറിയ പലക കഷണം. അതിൽ പിടിച്ചുകൊണ്ട് കുറെ നേരം, ഏതാണ്ട് 50 മിനിറ്റ് നേരം അങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നു. അങ്ങനെ പൊങ്ങിക്കിടന്ന് 50 മിനിറ്റോളം വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഒരുവൻ ശ്വാസം മുട്ടി വെള്ളത്തിലേക്ക് താഴുന്നൊരവസ്ഥ കണ്ടിട്ട് താൻ ചോദിച്ചു, നീ വീണ്ടും ജനിച്ചുവോ? ജോൺ ഹാപ്പർ എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു പോലും, നീ വീണ്ടും ജനിച്ചുവോ? അവൻ പറഞ്ഞു, ഇല്ല, എനിക്കതറിയില്ല. വീണ്ടും ജനിച്ചില്ല. ഇംഗ്ലണ്ടിലുള്ളവർക്ക്, യൂറോപ്യൻ ദേശത്തുള്ളവർക്ക് പണ്ടുകാലം മുതലേ മിഷണറിമാരുമായിട്ട് ബന്ധമുണ്ട്, സുവിശേഷവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ വീണ്ടും ജനിച്ചിട്ടില്ല. ഇന്നത്തെ ഇംഗ്ലണ്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇന്ന് ബൈബിളിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഒരു അക്ഷരം പോലും അറിയാത്തവരാണ് ഭൂരിഭാഗം പേരും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ രാജ്യമെന്നൊക്കെയാണ് പേരെങ്കിലും ദൈവവചനത്തിന്റെ ഒന്നും അറിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോകുമ്പോഴേക്കും ഒരു ലൈഫ് ബോട്ടിൽ ആളുകൾ വന്നു, അവനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഈ ദൈവദാസനോ ആഴങ്ങളിലേക്ക് താണു മരിച്ചു. എന്നാൽ ഈ കാഴ്ച കണ്ട ഈ മനുഷ്യൻ കരകിലെത്തിയിട്ട് അവൻ വീണ്ടും ജനനം പ്രാപിച്ചു. അത് അവസാന നിമിഷത്തിലെ തന്റെ സുവിശേഷീകരണമായിരുന്നു എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസനായ മനുഷ്യൻ മരിക്കുവാൻ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് താഴുവാൻ നേരത്തും തന്റെ അടുക്കൽ വന്ന് കിടക്കുന്ന ആ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, വീണ്ടും ജനിച്ചുവോ? ഇന്ന് രാത്രി ഇതേ ചോദ്യം നിങ്ങളോടും ചോദിക്കുകയാണ്. യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങൾ തീരുമാനിച്ചുവോ? നിങ്ങൾ ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലാണോ? ഇന്ന് മരിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിൽ അവകാശമുണ്ടോ? സ്നേഹിത, സഹോദര, സഹോദരി, ഇന്ന് രാത്രി കർത്താവ് വലിയ ഭാഗ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാ രോഗബന്ധനങ്ങളിലും വിടുവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നത് സത്യം തന്നെ. എന്നാൽ പാപമോചനം നേടിയത് കൊണ്ട് മാത്രമായില്ല, പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടിയത് കൊണ്ട് മാത്രമായില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ അറിയണം. സങ്കീർത്തനക്കാരൻ എത്രയെത്രയോ ആണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചതായ ഒരു ദൈവവചന ഭാഗമാണ് ഇന്നിവിടെ വായിച്ചത്. ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. യഹോവ സിയോനെ പണികയും, യഹോവ സർവശക്തനായ ദൈവം സിയോനെ പണിയുകയും. സിയോൻ എന്ന് കേട്ടാൽ തന്നെ ദേശത്ത് എല്ലാവർക്കും ഒരു പ്രശ്നമാ. ഇത് CPM-കാരുടെ അല്ലെങ്കിൽ TPM-കാരുടെ പ്രത്യേക പ്രയോഗമാണ്, പരിപാടിയാണെന്നുള്ള ചിന്തയാണ് പലരുടെ മനസ്സിനകത്തിരിക്കുന്നത്. സിയോൻ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രസംഗിക്കുന്നത് TPM, പെന്തിക്കോസ്ത് മിഷൻ സഭക്കാരാണ് എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് CPM-കാരുടെ കുത്തകയൊന്നുമല്ല, കുടുംബസ്വത്തൊന്നുമല്ല. സിയോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ദൈവവചനത്തിന്റെ സത്യമൊന്ന് മനസ്സിലാക്കണം സ്നേഹിത. സാമുദായിക പാരമ്പര്യ ബന്ധനങ്ങളിൽ, ആ സാമുദായിക പശ്ചാത്തലത്തിലാണ് ഞാൻ ഒരു കാലത്ത് വളർന്നു വന്നത്. എന്റെ മാതാപിതാക്കൾ ആ നിലയിലാണ്. അവരും ഒരു കാലത്ത് മാർത്തോമാ സഭയുടെ അംഗങ്ങളായിരുന്നു. എന്നാൽ അന്നൊക്കെ എന്തൊക്കെയോ വിശ്വസിച്ചിരുന്നു. വിശ്വാസത്തിന് തെറ്റൊന്നുമില്ല. ദൈവപുത്രനെ കുറിച്ച് നല്ല വിശ്വാസമായിരുന്നു, രക്ഷാമാർഗത്തെക്കുറിച്ച് നല്ല വിശ്വാസമുള്ളവരായിരുന്നു, ദൈവമക്കളായിരുന്നു. കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഒരു ഒറ്റപ്പാട്ട് പോലും കാണാപ്പാടമല്ല, നോക്കിപ്പാടേണ്ടി വരത്തില്ലായിരുന്നു. എല്ലാം കാണാപ്പാടം പഠിച്ച വീട്ടിലാണ് ഞാനും ജനിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം കാണാപ്പാടമാണ്. രാവിലെ എഴുന്നേറ്റ് മനമേ പക്ഷി ഗണങ്ങൾ തുടങ്ങി പാടിയാൽ പിന്നെ രാത്രി വരെ പാടുവാൻ ഇഷ്ടം പോലെ. കഴിഞ്ഞ പകൽ മുഴുവൻ, ഇനി പകൽ മുഴുവൻ എന്നൊക്കെ പാടി രാത്രി വിശ്രമിക്കുന്നത് വരെ എല്ലാം കൊച്ചുകുഞ്ഞു ഉപദേശിച്ച പാട്ടുകൾ മുതൽ ഇങ്ങനെ ആരാധനയുടെ വീടുകളൊക്കെ ആയിരുന്നു. പക്ഷേ യഥാർത്ഥമായ ആത്മീകമായ ദൈവനിർമ്മിതിയെക്കുറിച്ചുള്ള അറിവ് അനേക കാലങ്ങളിൽ പ്രാപിക്കാൻ കഴിയാതെയാണ് ജീവിച്ചതെന്നത് ഒരു പരിതാപകരമായ യാഥാർത്ഥ്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെയല്ലേ? സഭാ പാരമ്പര്യമുണ്ട്, പക്ഷേ മദ്യപാനത്തിൽ നിന്ന് വിമുക്തിയുണ്ടോ?
മയക്കുമരുന്നിനും അതേ പലവിധമായ മദ്യാസക്തിക്കും പലവിധമായ ആഘാത വഴികൾക്കുമൊക്കെ ഇടം കൊടുത്തിട്ട് നീ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ലോകത്തിന് മുൻപിൽ ആക്ഷേപമല്ലേ? ക്രിസ്തു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതമറിയണം, ദൈവ കൽപ്പന അനുസരിക്കണം. അതാണ് ദൈവത്തിന്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം. പാരമ്പര്യം നമ്മെ രക്ഷിക്കയില്ല, നമ്മുടെ മതങ്ങളൊന്നും നമ്മെ രക്ഷിക്കയില്ല. ഇന്ന് നാം കാണുന്ന ഈ ലോകത്തിലെ യാതൊന്നിനും നമ്മെ സഹായിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പഠിക്കണം, അതിന്റെ യാഥാർത്ഥ്യം അറിയണം. അതിന്റെ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. യഹോവ സിയോനെ പണികയും, തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. യഹോവ സിയോനെ പണിയുമെന്ന ഇതിന്റെ പ്രാരംഭഭാഗം. സിയോനെ പണിയും. അങ്ങനെയാണെങ്കിൽ ഒരു മനോഹരമായ പണി എവിടെയോ ആരംഭിച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലേ അതിന്റെ അന്തസത്ത? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതല്ലേ? ഒരു പണി ദൈവം ആരംഭിച്ചിരിക്കുന്നു. എവിടെ? പൂർവകാലത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ തുടങ്ങി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വരെ അനേകം പ്രാവശ്യം ഈ സിയോൻ 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 എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് പലരും വേണ്ട പോലെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദര, സ്നേഹിത, ഈ സിയോൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യമായിട്ട് പറയാം. അത് ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്. ഹല്ലേലൂയ. ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സിയോൻ എന്നത്. ഞങ്ങളുടെ ഇടയിലും ഈ TPM സഭയിലും ചിലർക്ക് വിചാരമുണ്ട് അത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന്. അല്ല, സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവം ഇരിക്കുന്ന സ്ഥലം ഏതാണോ അതിന്റെ പേര് സിയോൻ എന്നാണ്. ദൈവം വസിക്കുന്ന സ്ഥലം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വാസസ്ഥലമായി ദൈവം അനവധി കാലങ്ങൾക്ക് മുൻപേ മനസ്സിൽ തിരഞ്ഞെടുത്തു വെച്ചതായ സ്ഥാനമാണ് എന്ന് ബൈബിളിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. 132-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. അത് എന്റെ നിത്യവിശ്രാമം. ഞാൻ നിത്യമായി വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണത്. ഞാൻ എന്നേക്കും വിശ്രാമമായി അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ, അതിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുകയാൽ ഞാൻ അവിടെ വസിക്കും. കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ സങ്കീർത്തനക്കാരൻ എടുത്തെഴുതി വെക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനം ലഭിച്ച ദൈവത്തിന്റെ ഭക്തനായ സങ്കീർത്തനക്കാരൻ എടുത്തെഴുതി വെച്ചു. യഹോവ സിയോനെ തിരഞ്ഞെടുത്ത് അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിച്ചു. അങ്ങനെയാണെങ്കിൽ യഹോവ സിയോനെ പണിയുന്നതെന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് ഒരു നിത്യവാസസ്ഥലം പണിതുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെങ്ങും ദൈവത്തിനൊരു വാസസ്ഥലമില്ല. നാം എല്ലാവരും അറിയും പോലെ ഇസ്രായേലിന്റെ മഹാപ്രഭാവനായ വലിയ യുദ്ധവീരനായ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച രണ്ടാമത്തെ രാജാവായ ദാവീദ്, ആ ദാവീദ് ഇങ്ങനെ യുദ്ധം ചെയ്ത് മുന്നേറി ചെല്ലുമ്പോൾ ഒരു കോട്ട യെബൂസ്യ സമൂഹം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുവാൻ താൻ പരിശ്രമം നടത്തിയതിനെ കുറിച്ച് 2 ശമൂവേൽ 5-ാം അധ്യായം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. വേദപുസ്തകം സ്നേഹിക്കുന്നവര്, ദൈവവചനത്തെ ഇഷ്ടപ്പെടുന്നവര് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടാൽ കൊള്ളാം. അറിയാൻ പാടില്ലാത്തവര്, മനഃപ്പാഠമായി അറിയാവുന്നവർക്ക് പിന്നെ ആവശ്യമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് രാജാവ് യുദ്ധം ചെയ്ത് ചെല്ലുമ്പോൾ ഇതാ ആ കനാൻ ദേശത്തിലെ ഒരു പ്രത്യേക ജാതി, ഒരു പ്രത്യേക സമൂഹം ഒരു കോട്ട പിടിച്ചടക്കി അതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനമൊന്നും പറയാൻ ഇന്ന് സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അതിന് പിന്നെ സഭയെ വന്നാൽ മതി. സംശയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ സഭയിലേക്ക് വന്നാൽ മതി, കൃത്യമായിട്ട് തെളിയിച്ചു തരാം. അതിനൊന്നും തർക്കമില്ല. ഈ വചനത്തിലെ ഏത് സംശയമായിട്ട് വന്നാലും കൃത്യമായിട്ട് തെളിയിച്ചു തരുവാൻ ഇതിനകത്ത് ദൈവവചനം വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾക്കിതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. അവിടേക്ക് വന്നു.
അവിടെ നിന്ന് അവരാക്ഷേപിച്ചു. എത്രയെത്രയോ പേര് ഇതിനു മുൻപ് ഇങ്ങനെ പുറപ്പെട്ടു വന്നിട്ടുണ്ട്. ദാവീദ് ഇതിനകത്ത് കിടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആക്ഷേപിച്ചതായ സംഭവമൊക്കെ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ടും ദാവീദ് ആ കോട്ടയെ പിടിച്ചു. അതിന് പേരിട്ടു സിയോൻ കോട്ട, അതിന് പേരിട്ടു ദാവീദിന്റെ നഗരം. ദൈവത്തിന്റെ മനുഷ്യന് വസിക്കുവാനായിട്ട് ദൈവമനുഷ്യനായ യുദ്ധപുരുഷനായ ദാവീദ് ഒരു കോട്ട പിടിച്ച് ആ നഗരത്തെ പിടിച്ചെടുത്തിട്ട് അതിന് ദാവീദിന്റെ നഗരമെന്നും സിയോൻ കോട്ടയെന്നും പേരിട്ടത് അതേ 2 ശമൂവേൽ 5-ാം അധ്യായം 7-ാം വാക്യം മുതൽ പിന്നെ ദൈവത്തിന്റെ പെട്ടകത്തെ ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു എന്നും മറ്റും ഉള്ള വചനങ്ങളൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോൾ അതിന് തിരക്കിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ അവസരമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആരാധന, ദൈവത്തിന്റെ ആലയം ആ ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ആ കനാൻ ദേശത്ത് വീണ്ടും പണിതുയർത്തിയ ചരിത്രം 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവാരാധന, ദൈവാലയം എല്ലാം അവിടേക്ക് വരികയാണ്. അതേ ആരംഭം മുതൽ ദൈവം തിരഞ്ഞെടുത്ത സ്ഥാനമാണ് സിയോൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് അക്ഷരികമായ ചില കാര്യങ്ങളാണ്. ആ സിയോനെ കുറിച്ച് വീണ്ടും വീണ്ടും ഭക്തന്മാര് പാടാൻ ആരംഭിച്ചു. 48-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞു, മഹാരാജാവിന്റെ നഗരം. ഈ ലോകത്തിലെ രാജാക്കന്മാരുടെ നഗരത്തിനൊന്നും അങ്ങനെയുള്ള വർണ്ണന കാണുന്നില്ല. അതെ, ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സാർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. സാർവഭൂമിക്കും ആനന്ദമായ ഒരു മനോഹരമായ നഗരമുണ്ട്. അത് ഒരു ഉയർന്ന പർവ്വതമാണ്. അതിന്റെ പേര് സിയോൻ പർവ്വതം എന്നാണ് എന്ന് പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. അതിന്റെ പേരിട്ടു മഹാരാജാവിന്റെ നഗരം. ഈ മഹാരാജാവിന്റെ നഗരം എന്ന് വിളിച്ചു പറയുവാൻ കാരണം ദൈവത്തെക്കുറിച്ച് ആ ദൈവഭക്തന്റെ മനസ്സിൽ ഒരു ദൈവിക വെളിപ്പാട് വന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവമാണ് മഹാരാജാവെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചത്. വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്ക്. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അത് വ്യക്തമാക്കുകയാണ്. 1 തിമോഥെയോസ് 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും, കർത്താതി കർത്താവും, കർത്താക്കന്മാർക്കെല്ലാം കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ ഒരു മഹാപ്രത്യക്ഷത വരുത്താൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കല്പ ശബ്ദം കുറവായോണ്ടായിരിക്കും കുറച്ചുപേര് മാത്രം ഹല്ലേലൂയ പറയുന്നത്. ശബ്ദം കുറവല്ല, എന്റെ ശബ്ദത്തിന്റെ കുറവും കൂടെ പരിഹരിക്കാൻ എല്ലാവരോടും ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതെ, ധന്യനായ ഏക അധിപതി, ധന്യനായ ഏക അധിപതി. ഈ ലോകം കണ്ട, ചരിത്രം കണ്ട അധിപതിമാരിൽ എല്ലാവരെയും തള്ളിക്കൊണ്ട് ഒരധിപതി അതിന് മീതെ ഉയർന്നു നിൽക്കുകയാണ്. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്, നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധന്യനായ ഏക അധിപതി, രാജാക്കന്മാർക്കെല്ലാം രാജാവായ ആ മഹാരാജാവ് നമ്മുടെ ദൈവം മഹാരാജാവാണ്. ആ മഹാരാജാവിന്റെ നഗരത്തിന്റെ പേരാണ് സിയോൻ. അറിയാമോ? ആ മഹാരാജാവിന്റെ നഗരമാണെന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞു. ഇതൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും ഈ ഭക്തന്മാർക്ക്, ഈ സങ്കീർത്തനക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ രൂപം പിടികിട്ടിയിരുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞു, വീണ്ടും സങ്കീർത്തനക്കാരൻ എടുത്തു പറഞ്ഞു, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം പ്രകാശിക്കുന്ന ദൈവമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവന്റെ പ്രകാശം ആർക്കും അടുക്കാൻ പറ്റാത്തത്ര വലിയ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ വസിക്കുന്നവൻ അതേ സിയോനിൽ നിന്നാണ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടങ്ങോട്ട് പോയാൽ ചിന്തിക്കുവാൻ എത്രയെത്ര വചനങ്ങളാ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിച്ചു പോയാൽ ആത്മീയ
വശം പറയാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആത്മീയതയിലേക്ക് തിരിയാം. അക്ഷരികമായി പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ പല ഭക്തന്മാരും ഈ സിയോനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു എങ്കിൽ ആ സിയോൻ എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് ദൈവം വ്യക്തമായി മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിന്റെ നിത്യനിവാസം, ദൈവത്തിന്റെ അനന്തമായ വാസത്തിനുള്ളതായ ആ വാസസ്ഥലം അതൊരുക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത സ്ഥാനത്തിനാണ് സിയോൻ എന്ന് പേരിട്ടത്. ദൈവം തിരഞ്ഞെടുത്ത് അവിടെ ഒരു പണി ആരംഭിച്ചു. ആ പണിയെക്കുറിച്ച് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യെശയ്യാ 28 അതിന്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. ഒരു അടിസ്ഥാന കല്ല്, ഒരു ഉറപ്പുള്ള അടിസ്ഥാന കല്ലിട്ടു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഇതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ പരിധി നോക്കിയാൽ പഴയ നിയമ സമൂഹത്തെ, യഹൂദ സമൂഹത്തെ, അഥവാ നമ്മുടെ ഈ കാലഘട്ടത്തിന് മുമ്പിലുള്ള കാലങ്ങളിൽ പ്രവർത്തിച്ചവരെ, അവരെ കുറിച്ച് ബൈബിൾ പറയുന്നു വീട് പണിയുന്നവരെന്നാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വിളിച്ചത്. പൂർവ്വപിതാക്കന്മാർക്ക് പേരിട്ടത് വീട് പണിയുന്നവർ. പുറപ്പാട് പത്രോസിന്റെ ലേഖനത്തില്, അപ്പോസ്തല പ്രവൃത്തികളില്, യെശയ്യാ പ്രവചനത്തില്, പിന്നെ മത്തായിയുടെ സുവിശേഷത്തില് പല സ്ഥലങ്ങളിൽ ഈ ഒരേ വാചകം പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്നൊരു കല്ലുണ്ട്. മനസ്സിലാക്കണം, ഈ സിയോനിൽ ഒരു അടിസ്ഥാനമിട്ട് വീട് പണിയുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ പൂർവിക തലമുറകളെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചവരെ, അബ്രഹാം മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഭക്തന്മാരാ. നമ്മളൊക്കെ പണ്ട് പാടിയിട്ടുണ്ട്, അബ്രഹാം, ഈസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ. മതി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെ അങ്ങോട്ട് എത്ര ഭക്തന്മാർ. ഇവര് എത്ര കാലമായി അവര് പരിശ്രമിച്ചു വന്നതാണ്. ആ യാക്കോബിന്റെ സന്തതിയായ ഇസ്രായേൽ സമൂഹം അന്ന് മുതൽ അവര് പണിയാൻ ആരംഭിച്ചു. എന്നാൽ പണിയാൻ ആരംഭിച്ചെങ്കിലും അവര് പണിയേണ്ടതുപോലെ പണിഞ്ഞില്ല. വീട് പണിയുന്നവരെന്ന് വിളിക്കപ്പെട്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ആ ഇടേണ്ട കല്ലിടാതെ വേറെ കല്ലുകളൊക്കെ വെച്ച് പണിയാൻ ആരംഭിച്ചു. അതുകൊണ്ട് പണി വിജയിച്ചില്ല. ഒരു ദിവസം നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നിട്ട് ഇവരുടെ നടുവിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, നമ്മുടെ കർത്താവ് വിളിച്ചു പറഞ്ഞു, അതെ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണി നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അതിനു വേണ്ടി അതേ യുക്തമായി ചെയ്യുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ് എന്ന് യേശുദമ്പുരാൻ വിളിച്ചു പറഞ്ഞു. അറിയാവുന്നവരല്ലേലിയാ പറഞ്ഞാട്ട്? ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞതാണ്, ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് നിങ്ങളെ വിളിച്ചതാ, പക്ഷേ നിങ്ങളാരും അത് യോഗ്യമായി ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ യോഗ്യമായ പ്രവൃത്തി ചെയ്യുന്ന, അഥവാ അതിന്റെ ഫലം കായ്ക്കുന്ന ജാതികളുടെ കയ്യിലേക്ക്, പുറജാതികളുടെ കയ്യിലേക്ക് ആ പണി ഏൽപ്പിക്കാൻ പോകുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. പാരമ്പര്യവാദികളായ യഹൂദ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? പിടിച്ചവനെ ക്രൂശിച്ചു. എന്നാൽ ഈ ക്രൂശിക്കപ്പെട്ടതായ ദൈവപുത്രനെ അംഗീകരിക്കുവാൻ അവർക്ക് മനസ്സില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എടുത്തു പറഞ്ഞു, അവനോ സ്വന്തമായി ഇതിലേക്ക് ഇറങ്ങി വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സിലായില്ല. അവരവനെ അംഗീകരിച്ചില്ല, മനസ്സായില്ല. അതുകൊണ്ട് അവനെ തള്ളിപ്പറയുകയാണ്. അതേ, നീതിമാനായവനെ തള്ളിപ്പറഞ്ഞിട്ട് അധർമ്മിയെ അവർ വിടുവിച്ച് അധർമ്മികളുടെ കൈകൾ കൊണ്ട് നീതിമാനായവനെ ക്രൂശിൽ തറച്ചു കൊന്നു എന്നല്ലേ അപ്പോസ്തലൻ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞത്? അധർമ്മികളുടെ കൈകൾ കൊണ്ട് അതേ നീതിമാനായവനെ ക്രൂശിച്ചു. അതേ സമയത്ത് അപ്പുറത്ത് അക്രമക്കാരനായവൻ വിടുവിക്കപ്പെടുകയാണ്, ബറബ്ബാസ്.
ഇന്നും പാരമ്പര്യമായി അതേ സഭാ സമൂഹമായി മതവിശ്വാസത്തിന്റെ പിന്നിൽ നടന്നുകൊണ്ട് സത്യദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അന്യായത്തിനും അക്രമത്തിനുമല്ലേ പലരും ഇടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയ സ്നേഹിത സഹോദര, ഇന്ന് മനസ്സിലാക്കണം യഥാർത്ഥമായ കെട്ടുപണി നടക്കുന്നത് എങ്ങനെയാണെന്ന്. അതാണ് യെശയ്യാവ് വിളിച്ചു പറഞ്ഞത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കണം, നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്ന് വായിച്ചു നോക്ക്. Therefore thus saith the Lord God, behold, I lay in Zion for a foundation a stone, a tried stone, a stone, a tried stone, a precious cornerstone, a precious cornerstone, a sure foundation. A sure foundation. He that believeth shall not. നോക്കുക, ഇവിടെ പ്രത്യേക a stone, a tried stone, a sure foundation, a precious stone. ആ കല്ലിന്റെ വിശേഷത പ്രവാചകൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് എടുത്തെടുത്ത് പറയുകയാണ്. ഒരു കല്ല്, ഒരു വിലയേറിയ കല്ല്, ഒരു പരീക്ഷിക്കപ്പെട്ട കല്ല്, ഒരു ഉറപ്പുള്ള അടിസ്ഥാന കല്ല്, അത് സിയോനിലിട്ട് പണി ആരംഭിച്ചു. എപ്പോൾ? സ്വന്തമായതിലേക്ക് ഇറങ്ങി വന്നിട്ട് സ്വന്തമായവർ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവപുത്രൻ ക്രൂശിതനായി ആ ഗൊൽഗോഥാ മലമുകളിൽ മാനവരാശിയുടെ പാപം പേറിക്കൊണ്ട് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രോഗവേദനകൾക്ക് വേണ്ടി ഇതാ നമുക്ക് വേണ്ടി അവൻ ക്രൂശിന്മേൽ ത്യജിക്കപ്പെട്ടവനായി, തള്ളപ്പെട്ടവനായി, നിന്ദാപാത്രമായി, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായി, അവനെ കണ്ടാൽ ആളല്ല എന്നും അവന്റെ രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അത്ര വിരൂപനായി ആ ക്രൂശിന്മേൽ അവൻ തൂങ്ങുകയാണ്. ആ കാഴ്ചയിലേക്ക് സഹോദര സഹോദരി ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നിന്റെ കണ്ണുകളെ ഒന്ന് തിരിക്കുമോ? ആ കാൽവറിയിലേക്ക് നോക്കുമ്പോൾ തലയിൽ മുൾക്കിരീടമടിച്ചവനായി, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തവും വെള്ളവും ഒഴുകി, മുതുക് മുഴുവൻ ആ ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ് ഉഴവ് ചാലുപോലെ നീളത്തിൽ കീറി, കന്നത്തടിച്ച് കരുനീലിച്ച പാട്, മുഖത്ത് തുപ്പൽ ഉണങ്ങിയ അവസ്ഥ, രക്തമൊഴുകി ഒഴുകി വസ്ത്രം ഒട്ടിപ്പിടിച്ച അവസ്ഥ, ഭയങ്കരമായ ഒരു കാഴ്ച, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്ര വിരൂപനായി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്റെ പ്രാണനാഥൻ, അതേ നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി ആ ഗൊൽഗോഥാ മലമുകളിൽ ആ മരക്കുരിശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അതേ ഈ പ്രാണത്യാഗം ചെയ്ത് നിന്നെ സ്നേഹിച്ചപ്പോൾ സഹോദര സ്നേഹിത, നിനക്ക് അവനെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്ക്. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി, കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ, കർത്തനാമേശു നിനക്കു വേണ്ടി, പാപവും ശാപവും രോഗവും ചുമന്നു നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നേ. പാപവും ശാപവും രോഗവും ചുമന്നു നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നേ. ഈ ദൈവ സ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവ സ്നേഹത്തെ അവകാശം നൽകുവാൻ. നോക്കുക, ആ കാൽവറിയിലേക്ക് കണ്ണുകളെ ഒന്ന് ഉയർത്തിയാൽ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടി കൈകാലുകളിൽ ആണിയേറ്റ് തലയിൽ മുൾക്കിരീടം ധരിച്ച് രക്തം വിയർപ്പുതുള്ളികളായി ഗത്സമന മുതൽ ഒഴുക്കിയവൻ, വഴിനീളെ ചാട്ടവാറടിയേറ്റ് രക്തം ഒഴുകിക്കൊണ്ട് നടന്നവൻ, ആ ഗോൽഗോഥാ മലമുകളിൽ കുരിശുമരത്തിൽ അവസാന രക്തം വരെയും എനിക്കായും നിനക്കായും ഒഴുക്കിയത് എന്തിന്?
പ്രിയ സഹോദര, പ്രിയ സ്നേഹിത, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നിന്നെ ദൈവപൈതലാക്കുവാൻ, നിന്നിലുള്ള ശാപദോഷങ്ങൾ മാറ്റി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാക്കി മാറ്റുവാൻ, നീ അനുഭവിക്കുന്ന രോഗങ്ങളെല്ലാം സൗഖ്യമാക്കി അതേ നിന്നെ തേജസ്സേറിയ ഒരു വ്യക്തിയായി ദൈവ മുൻപിൽ നിർത്തുവാൻ നിനക്ക് വേണ്ടിയാണ് അവൻ പാട് സഹിച്ചത്. അവൻ ക്രൂശിൽ മരിച്ചു, അവനെ അടക്കം ചെയ്തു, മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു, തേജോരൂപിയായി പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് അതേ ആകാശമേഘങ്ങളെ കടന്ന് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് അവൻ പിതാവിന്റെ അടുക്കലേക്ക് കയറി. വീണ്ടും ഭൂതലത്തിലേക്ക് വന്നു. ഏതാണ്ട് 40 നാളോളം താൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും അവൻ ഉയരത്തിലേക്ക് എന്നേക്കുമായി കടന്നുപോയി. എവിടേക്ക് പോയി? കടന്നു ചെല്ലുന്നതിനെ കുറിച്ച് കാലങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവചനമായി, ദൈവത്തിന്റെ ആലോചനയായി സങ്കീർത്തനക്കാരൻ തന്നെ എഴുതി വച്ചിരുന്നു. ഈ പ്രമാണ പുസ്തകമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു എങ്കിലും അന്നത്തെ തലമുറ ഇത് മനസ്സിലാക്കിയില്ല. ദാവീദ് പാടിയത് അവരെ പാടിയിരുന്നു എങ്കിലും അത് മനസ്സിലാക്കിയില്ല. 2-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യമെടുത്ത് വായിച്ചു നോക്ക്. 2-ാം സങ്കീർത്തനം 6-ാം വാക്യം. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ എന്റെ രാജാവിനെ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഇതാ അനോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്നു, അഭിഷേകം ചെയ്ത് നിയമിച്ചിരിക്കുന്നു. യെശയ്യാവ് 28:16 എഴുതി വെച്ചത് ദാവീദ് സങ്കീർത്തനത്തിൽ 2-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ എഴുതി വെച്ചത് കാൽവറിയിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന ആ പുത്രൻ അത് സാധൂകരിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ആ ഉറപ്പുള്ള കല്ല്, ആ പരീക്ഷിക്കപ്പെട്ട കല്ല്, ആ ശോധന ചെയ്ത കല്ല്, ആ വിലയേറിയ മൂലക്കല്ല് ആ സിയോനിൽ ഇട്ട് അന്നാണ് പണി ആരംഭിച്ചത്. യഹോവ സിയോനെ പണിതുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വചനം മനസ്സിലായവര് ഒരല്ലേലിയ ഇങ്ങനെ പറഞ്ഞ പോരാ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞാട്ട്, ഒന്നുകൂടെ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സിയോനെ പണിതു എന്ന വചനത്തിലുണ്ടെങ്കിലും ഇതിക്കാലത്ത് ആരും പ്രസംഗിക്കാറില്ലല്ലോ. സിയോനെ കുറിച്ച് സുവിശേഷ വേലക്കാരുടെ കാര്യമാണെന്നാ ഞങ്ങളുടെ വേലക്കാരെല്ലാം വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇത് പൊതുവായ കാര്യമാ, എല്ലാവരും അറിയേണ്ട കാര്യമാ. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കാൻ ദൈവാത്മാവ് എന്നെ ഉണർത്തിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് TPM-കാരുടെ കുത്തകയൊന്നുമല്ല, അങ്ങനെ വിചാരിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, ദൈവത്തിന്റെ പണി. അതെ, എന്തിനാണ് ഈ പണി ആരംഭിച്ചത്? ദൈവത്തിന്റെ നിത്യമായ നിവാസമായി അതെ ആ ഏദെൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്ത് ആ ദൈവം മനുഷ്യനോടുകൂടെ ഒന്നിച്ചു വസിച്ചു വന്ന കാലത്ത് മനുഷ്യൻ ദൈവ പദ്ധതിയെ മുഴുവനും തകിടം മറിച്ച് ആ പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് നിത്യനിരാശയിലായി, അതേ മരണഭയത്തിലായി, പിശാചിന്റെ ബന്ധനത്തിലായി, അവൻ നിത്യനഷ്ടത്തിലായി, എന്നേക്കും നിലവിളിച്ച് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് വസിക്കുവാനുള്ള സ്ഥലമായിരുന്നു മനുഷ്യൻ. അതെ, അതുകൊണ്ടാണല്ലോ ക്രിസ്തീയ സമൂഹമല്ല മറ്റ് വേദങ്ങൾ പോലും ഗാത്രമത്രേ ക്ഷേത്രം എന്നൊക്കെ പഠിപ്പിക്കുന്നത്. ഗാത്രമാണ് ക്ഷേത്രം എന്ന് പഠിപ്പിക്കുന്നില്ലേ? അതുകൊണ്ടാ പണ്ട് ഭക്തന്മാരായ മനുഷ്യര് പാടിയത് തമസ്സോമാ ജ്യോതിർഗമയ, ഇരുളിലിരിക്കുന്ന എന്നെ വെളിച്ചത്തിലേക്ക് നടത്തണമേ. മൃത്യോമാ അമൃതംഗമയ, ഞാൻ മൃത്യുവിന് അടിമയാണ്, പാപത്താൽ മരണത്തിന്റെ അടിമയാണ്, എന്നെ മരണമില്ലാത്ത ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കണമേ. വീണ്ടും പാടി അസതോമ സദ്ഗമയ, ഞാൻ അസത്യത്തിൽ ഇന്ന് വഴുതി വീണ് കിടക്കുകയാണ്, സത്യമായത് അംഗീകരിക്കാതെ സത്യവഴിയിലൂടെ പോകാതെ അസത്യത്തിൽ കിടക്കുന്നു, സത്യം എന്തെന്ന് മനസ്സിലാക്കി തരണമേ. ഇത് പണ്ടുകാലത്ത് ഋഷിവര്യന്മാര് ഭക്തിയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ ഉത്തരമെങ്ങും കിട്ടാതെ വലഞ്ഞപ്പോൾ ഉത്തരം കൊടുക്കുവാൻ 2000 ആണ്ടുകൾക്ക് മുൻപ് ഒരുവൻ ഇറങ്ങി വന്ന് അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും
ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. ഹല്ലേലൂയ. അതേ, വഴിയറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുമ്പോൾ ഞാനാണ് വഴിയെന്ന് പറയാൻ ഒരുവൻ ലോകത്തിലേക്ക് വന്നു. അധികമാരും തന്റെ ഇടം കാണിച്ചിട്ടില്ല അങ്ങനെ പറയാൻ. ഞാനാ വഴി, എന്റെ പിന്നാലെ വരിക എന്ന് പറയാൻ അധികമാരും കാണിച്ചില്ല. സ്തോത്രം. രണ്ടാമത് പറഞ്ഞു, ഞാനാണ് ജീവൻ. യേശു പറഞ്ഞു, അതെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് വിശ്വസിക്കാമെങ്കിൽ അവന് മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നിത്യമായ ജീവിതത്തിൽ അവൻ എത്തുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ഞാനാണ് സത്യം. യേശു പറഞ്ഞു, ഞാനാണ് സത്യം. അതെ, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച നിന്റെ പുത്രനായ ക്രിസ്തുവിനെയും വിശ്വസിച്ചാൽ അത് നിത്യജീവനാണെന്ന് വചനം നിങ്ങൾ വായിച്ചില്ലേ? അത് മാത്രമാണോ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാണ് സത്യം. ആ സത്യത്താൽ പിതാവ് നിങ്ങളെ വിശുദ്ധീകരിക്കും എന്ന് യോഹന്നാൻ 17-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി കർത്താവ് പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം വായിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഓർത്തു നോക്കണം. അതേ, പാപത്തിൽ പൈശാചികമായ വഴിയിൽ നരകക്കുഴിയിൽ കിടന്ന മനുഷ്യനെ ആ ദൈവീക പദ്ധതിയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവനെ ദൈവത്തിന്റെ നിത്യനിവാസമായി പണിയുവാൻ ദൈവം തീരുമാനിച്ചു. അതിനുവേണ്ടി തിരഞ്ഞെടുത്തതാണ് സിയോൻ. അതിന്റെ പണി എന്നാ ആരംഭിച്ചതെന്നറിയണ്ടേ? എന്നാരംഭിച്ചു? ദൈവപുത്രൻ മരിച്ച മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞതിന്റെ 10 ദിവസം കഴിഞ്ഞപ്പോൾ പുത്രൻ അവിടേക്ക് ചെന്നപ്പോൾ പിതാവ് അനോയിന്റ് ചെയ്ത് വെച്ചു, അഭിഷേകം ചെയ്ത് സിയോനിൽ മൂലക്കല്ലായി അവിടേക്ക് വെച്ചു. എന്നിട്ട് പണി അങ്ങോട്ട് ആരംഭിക്കാൻ വേണ്ടി പുത്രൻ പിതാവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പിതാവിനോട് വിളിച്ചു പറഞ്ഞു, പിതാവേ, നീ നിന്റെ ജനത്തിനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ആ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തരണം. എന്താ വാഗ്ദത്തം ചെയ്തത്? എന്താ വാഗ്ദത്തം ചെയ്തത് അറിയാമോ? യേശു പറഞ്ഞു, ഈ ലോകത്തിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ വെള്ളത്താൽ ജനിക്കണം. ഒന്നാമത് പറഞ്ഞു, വീണ്ടും ജനിക്കണം. പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പോലും സാധ്യമല്ല. പുതുതായി ജനിക്കണം. അതേ, പുതുതായി ജനിച്ച് അതേ, ഇതുവരെ ജീവിച്ച ജീവിതത്തിന് എല്ലാം മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ വ്യക്തിയായി ഇതുവരെ പാപത്തിന്റെ വഴിയിൽ സാക്ഷി പറഞ്ഞപ്പോ കേട്ടില്ലേ? ഫ്യൂറഡാനൊക്കെ വാങ്ങിച്ച്, ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ ഭാഷയാ കേട്ടോ, കുരുടാൻ. കുരുടാൻ എന്നൊക്കെ ഇങ്ങനെ നാട്ടുഭാഷ പറയുന്ന ഫ്യൂറിഡാൻ എന്നാണ് അതിന്റെ ഒറിജിനൽ വാക്ക്. സ്തോത്രം. ഞാനിപ്പോ ഹൈറേഞ്ചില, അത് ഒരുപാട് ഉപയോഗിക്കുന്ന ദേശമാ. ഇപ്പൊ ഞാനിരിക്കുന്നത് മൂന്നാറില. സർവ്വലോകം മൂന്നാറിന്റെ കീഴിൽ വരാൻ പോവാ, അറിയാവോ? സർവ്വലോകം മൂന്നാറിന്റെ കീഴിലാകാൻ പോ, 3-6 കീഴിൽ. മനസ്സിലാക്കണം, ചുമ്മാതെ പോയാൽ പറ്റത്തില്ല. 3 എന്ന് പറഞ്ഞാൽ 666. സർവ്വലോകം അതിന്റെ കീഴിലേക്ക് വരാൻ പോവുക. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭയങ്കരമായ കാലം വരാൻ പോകുന്നു. ലോകത്തിന്റെ മുൻപിൽ ഒരു മുദ്ര അന്തിക്രിസ്തു കൊണ്ടുവരാൻ പോകുകയാണ്. അതിന്റെ നാന്തി കുറിച്ചുകൊണ്ട് ആരംഭമായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ആ കാർഡും നമ്പരും ഒക്കെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ നമ്പരും കൂടെ ഒത്തുചേർന്ന് അവസാനം എല്ലാം കൂടെ 666-ൽ 3-6-ൽ പോയി അവസാനിക്കാൻ പോവുക. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ 6ന്റെ കീഴിലേക്ക് 666, ഈ 3-6ന്റെ കീഴിലേക്ക് സർവ്വലോകം വരാൻ പോവുക. അതുകൊണ്ട് മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഭയങ്കരമായ കാലം വരാൻ പോകുകയാണ്. അതിനു മുൻപേ ഈ പണിയിൽ കൂടിക്കോ. ഈ യഥാർത്ഥമായ പണി സിയോനിൽ മൂലക്കല്ലിൽ ആ പണി ആരംഭിച്ചു കഴിഞ്ഞു. എപ്പോൾ? അതിനി പറയാം. യേശു പറഞ്ഞു, വീണ്ടും ജനിക്കണം. രണ്ടാമത് പറഞ്ഞു, വെള്ളത്താൽ ജനിക്കണം. അതിനോട് ചേർത്ത് വീണ്ടും പറഞ്ഞു, ആത്മാവിനാൽ ജനിക്കണം. ഇല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ പണിയിൽ നിനക്ക് പങ്കില്ല. ഒന്നിച്ച് ചേർത്ത് പണിയണമെങ്കിൽ ഈ 3 പ്രത്യേക അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് വരണം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടണം, യഥാർത്ഥമായി മാനസാന്തരപ്പെടണം. അതേ, അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുകയല്ല. അവിടെ വന്ന് സമുദായത്തിലൊക്കെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പരസ്യമായിട്ട് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പോകും. ഇപ്പൊ രഹസ്യമായിട്ടാ.
പണ്ടൊക്കെയാണെങ്കിൽ സാധാരണമായിട്ട് കുടിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാ കുടിക്കും. അങ്ങനെ എന്ത് ചെയ്തു? ഇപ്പോൾ ഏകദേശമൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ മാനസാന്തരപ്പെടാനല്ല പറഞ്ഞത്. പാപമെന്നും ദൈവഹിതത്തിന് അന്യമായത് ദോഷമായതെന്നും മനസ്സിലാക്കി കർത്താവ് പഠിപ്പിച്ച, അപ്പോസ്തലന്മാര് പഠിപ്പിച്ച, ദൈവജനം നമ്മെ ഓർപ്പിക്കുന്ന ആ പാപങ്ങളെ വിട്ട് പൂർണ്ണമായും മനുഷ്യൻ തിരിയണം, മനസ്സ് തിരിയണം. അതിനെയാണ് മാനസാന്തരം. മനസ്സിന് അന്തരമുണ്ടാകണം. അല്ലാതെ വെറുതെ വന്ന് വേഷഭക്തി കൊണ്ട് ജീവിക്കുന്ന പെന്തിക്കോസ്തുകാരനായാലും നിനക്ക് അയ്യോ കഷ്ടം. ന്യായവിധി ദിവസത്തിൽ നീ എന്തു ചെയ്യും? കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുമ്പോൾ നീ എന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഞാൻ കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അതേ, ദൈവ ന്യായവിധിയുണ്ട്. ദൈവസിംഹാസനത്തിന് മുൻപിൽ നിർത്തും. നീ മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് ധൈര്യമായി നിൽക്കാം. ഞാൻ എന്റെ പാപജീവിതത്തോട് വിട പറഞ്ഞവനാണ്. ഞാൻ യഥാർത്ഥമായി ആ സ്വർഗത്തിലേക്ക് നോക്കി, സകല ഭൂസീമാവാസികളെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീരെന്ന് പറഞ്ഞ് 2000 ആണ്ടുകൾക്ക് മുൻപ് ആകാശമേഘങ്ങൾ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദൂതന്മാരെല്ലാം ഒന്നിച്ചു നിന്ന് അതേ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് സ്വീകരിച്ച ആ ദൈവപുത്രൻ ലോകത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ള കാര്യമാ, ദൈവത്തിന് സ്തോത്രം, ദൈവപുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പിതാവ് ആജ്ഞ കൊടുത്തു. പിതാവിന്റെ ഒരു കമാൻഡ് എന്ത് പറഞ്ഞു? എല്ലാ ദൂതന്മാരും ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് നിൽക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ ദിനത്തില്, റിപ്പബ്ലിക് ഡേയില് ഒക്കെ ഇങ്ങനെ നമ്മുടെ പ്രധാന അതിഥികൾ മന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടവരോ വരുമ്പോൾ അവിടുത്തെ പോലീസുകാരൊക്കെ തോക്കൊക്കെ എടുത്ത് കുത്തിപ്പിടിച്ച് ഇങ്ങനെ സല്യൂട്ടൊക്കെ അടിച്ച് നിൽക്കുന്ന, അതിന്റെ പേരാ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക. ഗാർഡ് ഓഫ് ഓണർ ഇതുപോലെ പറഞ്ഞിരുന്നെന്ന് വായിച്ചു നോക്ക്. ബൈബിളിലുള്ള കാര്യം, അല്ലാതെ കഥയല്ല ഞാൻ പറയുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് ദൈവത്തിന്റെ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കണം, സല്യൂട്ട് അടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ദൈവവചനമാ. അല്ലാതെ ഞങ്ങളുടെ അഭിപ്രായമൊന്നുമല്ല. ദൂതന്മാരെല്ലാം ഇങ്ങനെ വണങ്ങി നിൽക്കുമ്പോൾ, നമസ്കരിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആദ്യജാതൻ ഭൂതലത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് വേണ്ടി ആ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വന്നപ്പോൾ എല്ലാ ദൂതന്മാരും, ഒരു കൂട്ടം ദൂതന്മാര് അപ്പോൾ അവിടെ നിന്ന് അങ്ങ് പാടാൻ തുടങ്ങി. എല്ലാവരും പാടുകയാണ്. ദൂതന്മാര് പാടി. എന്താ പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അവര് പാടാൻ ആരംഭിച്ചു. ഒരു ദൂതൻ അങ്ങോട്ട് ആരംഭിച്ചപ്പോഴേക്കും നമ്മുടെ പാട്ടുകാരിയെ മാതിരി ഒരാളങ്ങോട്ട് ആരംഭിച്ചു. ആ ആരംഭിച്ച ദൂതന്റെ പേര് വിശ്വാസികൾ ആരെങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട്. അറിയാവുന്ന ഒരു ഇരിപ്പുണ്ട്. ഗബ്രിയേൽ മാലാഖ പാടാൻ തുടങ്ങി. ഗബ്രിയേൽ മാലാഖ പാടാൻ ആരംഭിച്ചപ്പോൾ മറ്റേ മാലാഖമാരെല്ലാം കൂടെ ചേർന്ന് അങ്ങ് ആടാൻ ആരംഭിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിന്റെ സ്തോത്രം. അതേ, എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം വായിച്ചാൽ കാണാം. ഈ സാറാഫുകള്, ഈ ദൂതന്മാര്, അവര് ചിറകൊന്ന് വിരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മെലഡിയും ഋതവും ഒക്കെ ഒന്നിച്ചിങ്ങ് വരിക. എല്ലാ മ്യൂസിക്കും അവിടെ ഉണ്ടെന്ന് ദൂതന്മാരെ ഉണ്ടാക്കിയ നാളിൽ Thy harps and thy pipes were prepared in thee. നിന്നിൽ മേളവാദ്യങ്ങളും നാഗസ്വര വാദ്യങ്ങളും എല്ലാം നിന്നിൽ തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു എന്നാണ് എസെക്കിയേൽ എഴുതി വെച്ച. മലയാള ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് മലയാളികൾക്ക് അറിയില്ല. ഒന്ന് വായിച്ചു കേൾപ്പിക്ക്. എസെക്കിയേൽ 28:13. പൈപ്പ് പോയി. Thy pipes was prepared in thee in the day that thou was created. The workmanship of thy tabrets of thy pipes was prepared in thee. മതി. തമിഴ് വായിച്ചാലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. മലയാളികൾക്ക് മലയാളം മാത്രമേ അറിയൂ പലർക്കും. ഒന്ന് വായിച്ചു നോക്കണം, അപ്പോഴറിയാം. ഉന്മേളവാദ്യങ്ങളും നീ സൃഷ്ടിക്കപ്പെട്ട നാളിൽ മേളവാദ്യം, അതാ റിതം. അറിയാമോ?
മേളവാദ്യങ്ങളും உன் நாகசுரங்களும் നാഗസ്വരങ്ങളും. അത് കാറ്റിൽ വരുന്നതാ. അതാ ഇവിടുത്തെ മെലഡി മ്യൂസിക്. അറിയാമോ? ആ മേളവാദ്യങ്ങളും നാഗസ്വരങ്ങളും ഉന്നിടത്തിൽ ആയത്തമാക്കപ്പെട്ടിരുന്നത്. നിന്നിൽ ദൂതന്മാരെ ഉണ്ടാക്കിയപ്പോൾ ഈ മേളവാദ്യങ്ങളും നാഗസ്വര വാദ്യങ്ങളെല്ലാം ആ ദൂതന്മാരിലുണ്ടായിരുന്നു. യേശു ജനിച്ചു ബേത്ലഹേമിൽ, ഇതാ ദൂതന്മാരുടെ സംഘം പാടുകയാണ്. എന്നാൽ ആ പാപപരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് വന്ന് അവതരിച്ച ക്രിസ്തുനാഥന്റെ അവതാരത്തെ ഇന്ന് നക്ഷത്രം കൊണ്ടും പാട്ടുകൊണ്ടും അതേ ആട്ടം കൊണ്ടുമൊക്കെ അവതരിപ്പിക്കുന്നതല്ലാതെ അവൻ ഈ ലോകത്തിൽ വന്ന് മരിച്ചതിന്റെ യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ലല്ലോ. എത്ര പരിതാപകരം! ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, വിലങ്ങറയിൽ ഇനിയും വിലങ്ങ് വെച്ചുകൊണ്ട് കഴിയണ്ട. ഇന്ന് ഈ രാത്രി നിന്നെ ദൈവത്തിന്റെ പണിയിലേക്ക് ചേർത്ത് ഒന്നിച്ചു പണിയാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നീ യഥാർത്ഥമായി മാനസാന്തരപ്പെടണം. അതുമാത്രമല്ല, വെള്ളത്താൽ ജനിക്കണം, യഥാർത്ഥമായ സ്നാനമേൽക്കണം. ഇന്ന് ഒരുപാട് സ്നാനങ്ങളുണ്ട്, ലോകത്തിൽ ഒരുപാട് സ്നാനമുണ്ട്. അടുത്തൊരു പ്രസംഗം കേൾക്കാൻ ഒക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ സഹോദര സഹോദരി? അതിനു മുമ്പേ തട്ടിപ്പോയാൽ പിന്നെ വചനം എവിടെ അനുസരിക്കും? യഥാർത്ഥമായ ഒരു സ്നാനമുണ്ട്. അതേ, യേശുവും തന്റെ അപ്പോസ്തലന്മാരും ഈ ലോകത്തോട് പ്രസംഗിച്ചു. യേശു ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. ഇന്ന് പലർക്കും അറിയാം ഇത് സത്യമാണ്. പക്ഷേ ഇത്രയും കാലമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മളൊക്കെ വിശ്വസിച്ചു പോകുന്നതിന് എങ്ങനെയാ വിട്ടുപോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഈ അല്പമായതിനെ വിട്ടുപോകാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിത്യ നഷ്ടം നിന്നെ വരവേൽക്കാൻ പോവുകയാണെന്നുള്ളത് മറക്കരുത്. നിത്യമായി നഷ്ടപ്പെടണമോ അതോ ഈ ലോകത്തിലെ ഈ ക്ഷണികമായത്, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു കുടുംബം, അല്ലെങ്കിൽ ലോകത്തിലെ അല്പസ്ഥാനം, ഈ ലോകത്തിലെ അല്പധനം, ഇത് നഷ്ടപ്പെട്ടാൽ സാരമില്ലെന്നേ. നിത്യമായത് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ വലിയ കാര്യം. വിശ്വസിക്കുന്നെങ്കിൽ അത് അനുഭവിക്കുന്നവര് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഇവിടുത്തെ ഇതൊന്നും സാരമല്ല. ഈ ബന്ധങ്ങളൊക്കെ എത്ര ദിവസമുണ്ട്? ആ ഭാര്യയെ പേടിച്ച് ഭർത്താവ് വചനമനുസരിക്കാതിരുന്നാൽ, ഭർത്താവിനെ പേടിച്ച് ഭാര്യ വചനമനുസരിക്കാതിരുന്നാൽ, നാളെ അറ്റാക്ക് വന്നാൽ അവരങ്ങ് പോകും. നീ സത്യമനുസരിക്കാതെ മരിച്ചാൽ നീ നരകത്തിൽ പോകും. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്ക്, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്ക്. യേശു പറഞ്ഞു, അതേ, ശിഷ്യന്മാരെല്ലാം അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. രാജാവായി എന്നെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അധികാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ആകയാൽ ഇനി നിങ്ങൾ പുറപ്പെടുവീൻ. ലോകത്തിൽ യേശു സഞ്ചരിച്ചിട്ട് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ ചെന്ന് അധികാരം വാങ്ങിയിട്ട് വീണ്ടും മടങ്ങി വന്ന് ശിഷ്യഗണത്തെയെല്ലാം അടുക്കൽ വിളിച്ച് അവരെ അധികാരപ്പെടുത്തിയിട്ട് താൻ വീണ്ടും കടന്നുപോയത് ദൈവവചനത്തിൽ കാണാം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച സിയോനിൽ രാജാവായി അഭിഷിക്തനായി തീർന്ന ആ ദൈവപുത്രൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പുറപ്പെട്ടു പോവുക. ഭൂലോകത്തിലൊക്കെ പുറപ്പെട്ടു ചെന്ന് സകല ജാതികളെയും സുവിശേഷത്തിന്റെ ശിഷ്യത്വത്തിലേക്ക് തിരിക്കുക. സുവിശേഷം അംഗീകരിക്കുവാൻ തക്കവണ്ണം സത്യവചനം അവരെ പഠിപ്പിക്കുക. വചനം അംഗീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കുക. സുവിശേഷം അനുസരിച്ചു കഴിഞ്ഞിട്ട് വേണം. വിലങ്ങറയില് ഇനി പ്രസംഗിക്കാൻ ഞാൻ ജീവനോട് കാണുമോ എന്നറിയില്ല, കേൾക്കാൻ നിങ്ങൾ കാണുമോ എന്നും അറിയില്ല. ഈ ദേശനിവാസികള് ഇന്ന് കേൾക്കുന്ന നീ നാളെ ജീവനോടെ കാണുമോ? ഉറപ്പുണ്ടോ? ഇന്ന് ദൈവകരങ്ങളിൽ ഈ വചനത്തിന് മുൻപിൽ സമർപ്പിച്ചു കൊടുത്താൽ ഇതിലൂടെ ഒരു വലിയ രക്ഷ നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. കർത്താവ് പറഞ്ഞു, ഭൂലോകത്തിലൊക്കെ പുറപ്പെട്ടു ചെന്ന് സകല ജാതികളെ ശിഷ്യരാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അല്ലാതെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി വെള്ളം, ആനാം വെള്ളം തളിക്കാനല്ല പറഞ്ഞത്. വെള്ളം തളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർമാചാരം നടത്താനോ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്നാനത്തെക്കുറിച്ച് തെളിയിക്കാൻ തന്റെ ഇടമുണ്ടോ? ബൈബിളിൽ അങ്ങനെ ഒരു വചനം കാണിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ബൈബിളിൽ അങ്ങനെ ഒരു വചനമില്ല, അങ്ങനെ ഒരു പ്രമാണമില്ല. അതെ, അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ കുസ്തന്തീനോസ് നാടുവാഴുന്ന കാലം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര്.
എന്നാൽ ലോകചരിത്രത്തിലുമുണ്ട് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹം ഒരിക്കൽ ഒരു തന്റെ രാജ്യം നഷ്ടപ്പെട്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ടു പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ആകാശത്ത് ഒരു കുരിശടയാളം കണ്ടുപോലും പലവട്ടം തോറ്റു. റോമക്കാരുമായിട്ട് പലവട്ടം തോറ്റു കഴിഞ്ഞപ്പോൾ ആ തോൽവിയുടെ അനന്തരഫലമായി ഇങ്ങനെ ഒളിച്ചോട്ടം നടത്തി. ഒളിച്ചോടി ഇങ്ങനെ രഹസ്യമായിട്ടിരിക്കുന്ന സമയത്ത് പലവട്ടം തോറ്റതാ, ഇനി ജയിക്കാൻ എന്താ മാർഗമെന്ന് ഓർത്തു നിൽക്കുമ്പോൾ ഒരു കൊടിയടയാളം, അതിനൊരു കുരിശ് കണ്ടു. അപ്പോൾ താൻ വിചാരിച്ചു, ആ കുരിശിൽ മരിച്ച യേശുവായിരിക്കാം ഇപ്പോൾ എനിക്ക് പ്രത്യക്ഷനായിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ സൈന്യം മുഴുവനും അതേ കുരിശടയാളമുള്ള കൊടിയും എടുത്തുകൊണ്ട് യുദ്ധത്തിന് പോകാം. അവരെല്ലാവരും കൂടെ യുദ്ധത്തിന് പോയി. ആ പ്രാവശ്യം യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, ഇനി എന്റെ രാജ്യത്തുള്ളവർ മുഴുവനും ക്രിസ്ത്യാനികളാകണം. ബാബിലോണിയനായ ആ മനുഷ്യന് എന്ത് ചെയ്തു? ആ ബാബിലോന്യ ആചാരങ്ങളിൽ ജീവിക്കുന്നവന് അവൻ പറഞ്ഞു, ഇനി എന്റെ രാജ്യത്തുള്ള മുഴുവൻ പേരും ക്രിസ്ത്യാനികളാകണം. കാരണം ക്രിസ്തുവാണ്, ക്രൂശിൽ മരിച്ച ക്രിസ്തുവാണ് എനിക്ക് ജയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും അടുത്തടുത്ത് വന്നു. എല്ലാവരും വന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ക്രിസ്ത്യാനികൾക്കുള്ളതായ പാരമ്പര്യം എന്താണോ അതനുസരിച്ച് അങ്ങോട്ട് നീങ്ങാം. അവസാനം വന്ന് ചോദിച്ചു, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവര് മരിച്ചാൽ സ്വർഗത്തിൽ പോകില്ലല്ലോ, എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളെയും കാല് തൊട്ട് തലവരെ കഴുക്, എല്ലാത്തിനും കഴുകിയേര്, കുഞ്ഞുങ്ങളെയും കഴുകിയേര്, എല്ലാത്തിനും കഴുകാൻ. ആ കുസ്തന്തീനോസ് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇന്നും അനേക സമുദായ സംഘടനകൾ വിശ്വസിച്ച് അംഗീകരിക്കുന്നത്. യേശു പറഞ്ഞതാണോ കുസ്തന്തീനോസ് പറഞ്ഞാണോ ഏതാ വേണ്ടിയത്? യേശു പറഞ്ഞത് മതിയെന്ന് തീരുമാനിച്ചത് കൊണ്ടാ നമ്മൾ എല്ലാ പാരമ്പര്യങ്ങളും വിട്ട് യേശുവിന്റെ സത്യോപദേശത്തിൽ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതെ, അതാണ് സത്യം. അതെ, യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം. യേശു പറഞ്ഞു, യഥാർത്ഥമായി ജ്ഞാനസ്നാനമേൽക്കണം. നമുക്കറിയാമല്ലോ എത്രയെത്ര ഭക്തന്മാർ. യഹൂദനായിരുന്ന ആ ശൗൽ, അവൻ മാനസാന്തരപ്പെട്ടു. അവന് ദൈവിക സന്ദർശനമുണ്ടായി. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനുതാപ ഹൃദയത്തോടെ ശിമോന്റെ വീട്ടിൽ കടൽക്കരയിൽ ഇങ്ങനെ ഒരു വീട്ടില് ആ കണ്ണു കാണാത്തവനായി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞു, അനന്യാസേ. അനന്യാസ് എന്ന് പറഞ്ഞ ഒരു സാധാരണ ഉപദേശിയാ, വലിയ പ്രാഗൽഭ്യം പ്രാപ്തിയൊന്നും ഉള്ള ആളല്ല. ഒരു കൊച്ചു ഉപദേശിയെ വിളിച്ചേച്ച് പറഞ്ഞു, പെട്ടെന്ന് ശൗലിന്റെ അടുക്കിലേക്ക് പോകണം. ഞാൻ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇതാ ഇന്നടത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്, പെട്ടെന്ന് പോകണം. അനന്യാസ് ആകപ്പാടെ പ്രയാസപ്പെട്ടു പോയി. ഈ സുവിശേഷമൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ? അവൻ യെരുശലേമിൽ എത്ര പേരെയാ കൊന്നത്? ഈ സുവിശേഷം കൊണ്ട് ഞാൻ ഇത് തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്നെയും കൊന്നേക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങളങ്ങനെ പേടിക്കുന്ന മനുഷ്യരല്ല. സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാൻ ഇറങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവനെ കൊടുക്കേണ്ടി വന്നാലും ഈ സുവിശേഷ സത്യം വിട്ട് ഒരണുവിട പുറകോട്ട് മാറുകയില്ല. ഹല്ലേലൂയ. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സത്യവചനത്തെ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അതെ, ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിൽ എന്തെങ്കിലും അല്പം പതിരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം, നിങ്ങൾക്ക് വിളിച്ചു പറയാം. അതെ, ഞങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട്. ഇതാണ് യഥാർത്ഥ സത്യവചനം, ഇതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. ഈ ദൈവവചനം അനുസരിക്കണം. അനന്യാസിനോട് പറഞ്ഞു, നീ പോക, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം, അവൻ മാനപാത്രമാണ്. സകല ഇസ്രായേലിനും രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്ക് മുൻപിൽ അവനെ ഞാൻ നിർത്താൻ പോകുകയാണ്. ശൗല് നേരെ അനന്യാസ് ശൗലിന്റെ അടുക്കലേക്ക് ചെന്നു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനോട് പറഞ്ഞു, സഹോദര ശൗലേ, എഴുന്നേറ്റ് ദൈവത്തിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞിട്ട് നീ മാമോദീസ സ്വീകരിക്ക്. സംശയമുണ്ടോ ബൈബിളിൽ എഴുതിയിരിക്കുന്നതിന്? അപ്പോസ്തല പ്രവൃത്തി 22:16 എടുത്തു വായിക്ക്. അപ്പോസ്തല പ്രവൃത്തി 22:16. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം. വെലങ്ങറക്കാരോടാ ചോദിക്കുന്നത്. ഈ വെലങ്ങറയിൽ ഈ പ്രസംഗം കേൾക്കുന്നവരോട് ചോദിക്കുകയാണ്, ഇനി താമസിക്കുന്ന എന്ത്? ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയും നീ താമസിക്കുകയാണോ? സഹോദര,
സഹോദരി, സത്യം അറിഞ്ഞിട്ട് ഇനി താമസിക്കരുത്. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച്, എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിച്ച്, അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച്, സ്നാനമേറ്റ് യഥാർത്ഥ സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. പാപമെല്ലാം കഴുകിക്കള. അതേ, പാപം കഴുകാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള സ്നാനം. മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ സ്നാനമുണ്ട്, അത് ക്യാൻസലായിപ്പോയി, അതൊന്നും അവിടെ അംഗീകരിച്ചിട്ടില്ല. മാനസാന്തരപ്പെടുന്നതിന് മുമ്പേ, പാപം മനസ്സിലാകുന്നതിന് മുമ്പേ, നീ ശിശുവായിരുന്നപ്പോൾ ഗോഡ് ഫാദർ, ഗോഡ് മദർ എന്നാ അങ്ങനെ പല ഫാദറും മദറും ഒക്കെ പുറകെ നിന്നിട്ട് ഒറ്റയമ്മാനും ഒക്കെ ചവച്ചിട്ട് വന്ന് സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഉപേക്ഷിച്ച് സാത്താൻ ഇങ്ങോട്ട് കയറി. അതാണല്ലോ ഈ കുസൃതി മൊത്തം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നതല്ല കേട്ടോ, ഇന്നത്തെ തലമുറ കാണിക്കുന്ന കുസൃതി നമ്മുടെ ചിന്തയിൽ പോലും കണ്ടിട്ടില്ലാത്തതൊക്കെയാണല്ലോ. എത്ര മാന്യമായി, അന്തസ്സായി, അഭിമാനമായി ജീവിച്ചു വന്ന അതേ നമ്മുടെ ഭാരതത്തിന്റെ, കേരളത്തിന്റെ വിശ്വാസത്തിന്റെ പൈതൃകമൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട തലമുറകൾ ഇന്നത്തെ ഒളിച്ചോട്ടവും അതേ അവിഹിതമായ ബന്ധങ്ങളും ആകാത്തതൊക്കെ ഈ വഴിവിട്ട ജീവിതത്തിന്റെ പിന്തുടർച്ചയല്ലേ? അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ പാപവഴികൾ വിട്ടുപോകുവാൻ സത്യമായി സ്വീകരിച്ച് ദൈവപ്രമാണം ഉള്ളതുപോലെ അനുസരിക്കണം. ഹല്ലേലൂയാ. അതുകൊണ്ട് യഥാർത്ഥ സ്നാനമേൽക്കണം. ഏത് സമുദായമായാലും ഒരു കുഴപ്പവുമില്ല. വചനം ഇതാ പറയുന്നത്, ഇത് മാത്രമേ ഉള്ളൂ സത്യം. വേറെ ആരെന്ത് പ്രസംഗിച്ചാലും സത്യമല്ല. അതുകൊണ്ടാണ് പണ്ട് തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പഠിപ്പിച്ചു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത്. അറിയാമല്ലോ, ബാക്കി പിന്നെ അറിയാമല്ലോ. ഒരുവൻ വന്നാൽ സുവിശേഷം അറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പണ്ടൊക്കെ ചൊല്ലിയിട്ടുള്ളവർ പലരും ഇവിടെ ഇരിപ്പുണ്ട്. അതേ, ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷം, ഈ സത്യവചനം, ഇതിന് വിരോധമായിട്ട് ആര് പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ശാപമല്ല നമുക്ക് വേണ്ടത്, അനുഗ്രഹം തന്നെയാണ്. അതിനിതാ സിയോനിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു. പിതാവായ ദൈവം തന്റെ പുത്രനെ ആ സിയോനിലേക്ക് സ്വീകരിച്ച് അതേ ഹസ്തദാനം നടത്തി സിയോനിലേക്ക് കൊണ്ടുപോയി അവിടെ ആക്കി വെച്ചു. അവിടെ ചെന്നെത്തിക്കഴിഞ്ഞപ്പോൾ വചനം പൂർണ്ണമായി. അതേ, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ അഭിഷേകം ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നു. അതാണ് യെശയ്യാവ് 2700 വർഷത്തിന് മുൻപ് പ്രവചിച്ചതാ. അതിപ്പോഴാ നിറവേറിയത്. യെശയ്യാവ് പറഞ്ഞു, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട്, നമ്മൾ വീട് പണി ആരംഭിച്ചാൽ പണിക്ക് ആദ്യമായിട്ട് നല്ല ഉറപ്പായിട്ട് ഒരു മൂലക്കല്ലങ്ങിടും. അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ ഒരു നല്ല കല്ല്, നല്ലപോലെ ഒരുക്കിയെടുത്ത ഒരു കല്ല്, അത് നല്ല രീതിയിൽ ആക്കിയെടുക്കും. അങ്ങനെ എടുത്ത് ഒരു കല്ലങ്ങോട്ടിടും. പ്രിയപ്പെട്ടവരെ, സ്വർഗപിതാവ് ഒരു കല്ല് തിരഞ്ഞെടുത്ത് അത് സിയോനിലേക്ക് വെച്ചു. ആ കല്ല് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു തന്നെ. ആ പുത്രനായ ക്രിസ്തുവിനെ ഒരു കല്ലായി, അടിസ്ഥാന കല്ലായി ഇട്ടിട്ട് അതിന്മേൽ പണി ആരംഭിച്ചു. ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ നിങ്ങൾ സുവിശേഷത്തിന്റെ വചനങ്ങളാ കേട്ടത്. വിടുതലിന്റെ ദൂതാണ് കേട്ടത്, അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. ഇന്ന് ഈ 3-ാം രാത്രിയിൽ വിളിച്ചു പറയുന്നത് സഭയുടെ കെട്ടുപണിയുടെ മർമ്മപ്രധാനമായ ഉപദേശവചനങ്ങളാണ്. അതുകൊണ്ട് സുവിശേഷം കേട്ടത് നല്ലത്, വിടുതൽ പ്രാപിച്ചത് നല്ലത്. പക്ഷേ ഈ കെട്ടുപണിയിൽ നീ ചേർത്ത് പണിയപ്പെടുന്നുണ്ടോ എന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്ന് പരിശോധിക്കണം. ഇന്നലെയൊക്കെ നല്ല മനോഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ എനിക്കും വലിയ വിസ്മയമായി. എത്ര നല്ല ശബ്ദം, ദൈവം കൊടുത്ത വലിയ കൃപ, നല്ല പ്രസംഗം. ഈ ദേശമെല്ലാം പ്രകമ്പനം കൊള്ളുകയായിരുന്നു. അതിന്ന് അനേക കുടുംബങ്ങൾ വരെ ചെന്നു. പണ്ട് 2004 സുനാമി ഉണ്ടായപ്പോൾ ഇന്തോനേഷ്യയുടെ എങ്ങോ അകലെ ഒരു സ്ഥലത്ത് അതിന്റെ പ്രഭവ കേന്ദ്രം അവിടെയായിരുന്നു. അവിടെ നിന്നിങ്ങനെ കടലിന്റെ അടിയിൽ തിരമാലകൾ പൊങ്ങി ഉയർന്ന് 33 അടിക്ക് മേലെ ആ വലിയ തിരകൾ, രാക്ഷസ തിരമാലകൾ ഉയർന്നു പൊങ്ങി ഇങ്ങനെ മറിഞ്ഞു വീണപ്പോൾ, എന്ന് പറഞ്ഞാൽ 3 നില കെട്ടിടത്തിന്റെ മുകളിലൂടെയൊക്കെ മറിഞ്ഞ് അതിലും വലിയ കെട്ടിടങ്ങളെയൊക്കെ മറിച്ചുകൊണ്ട് വന്നത് അന്ന് ചിലരൊക്കെ കണ്ടതാ സുനാമി. ദൈവത്തിന് സ്തോത്രം.
നേരിലല്ലെങ്കിലും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അടിച്ചു കയറി 5000 കിലോമീറ്ററിനപ്പുറത്ത് ആഫ്രിക്കയുടെ തീരം വരെ പോയി. അങ്ങനെ പ്രഭവ കേന്ദ്രം 5000 കിലോമീറ്റർ അപ്പുറത്ത് കിടന്നപ്പോൾ അതിങ്ങനെ അടിച്ചു കയറി ആഫ്രിക്കയുടെ തീരം വരെ, അവിടുന്ന് ചുറ്റിക്കറങ്ങി ഇന്തോനേഷ്യ വരെ, ഏതാണ്ട് 12 രാജ്യത്തിന്റെ തീരം മുഴുവൻ ഏതാണ്ട് 2,16,000 പേരെ കൊന്നൊടുക്കിയ ചരിത്രം ഇപ്പോഴും ഓർമ്മയിൽ കാണുമല്ലോ പ്രിയപ്പെട്ടവരെ. ഭയങ്കര സംഭവങ്ങൾ. അതെ, എന്നാൽ ഈ സുവിശേഷത്തിന് അതിനേക്കാൾ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇത് അനേക ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോരുകയാണ്. അനേക ജീവിതങ്ങളെ സ്വർഗത്തിലേക്ക് നടത്തുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ മഹാശ്രേഷ്ഠമായ പണി ഇതാ സിയോനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ നടക്കുന്നു എന്നറിയണമെങ്കിൽ പൗലോസിനോട് ചോദിക്കണം. യെശയ്യാവ് പ്രവചിച്ചെങ്കിലും യെശയ്യാവിന് പോലും വ്യക്തമായി പിടികിട്ടിയിട്ടില്ല. പൗലോസിന് വെളിപ്പെട്ട് കിട്ടി. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 5-ഉം 6-ഉം വാക്യത്തിൽ പൗലോസ് അതിന്റെ മുഖവുര എഴുതി. പൗലോസ് വിളിച്ചു പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം. പൗലോസ് പറഞ്ഞു, അതെ, ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ വാക്കിന്റെ സാമർത്ഥ്യം കൊണ്ടല്ല. വായിക്കാമോ? എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ ജ്ഞാനം കൊണ്ട് വശീകരിക്കാനുള്ള വശീകരണ വാക്കല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. വിലങ്ങറക്കാരുടെ ഇടയിൽ ഞങ്ങൾ ദൈവജ്ഞാനമാണ് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിലങ്ങറക്കാരെ, പ്രിയ ദേശവാസികളെ, പല സ്ഥലങ്ങളിൽ വന്നുകൂടിയിരിക്കും ദൈവജനമേ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സമൂഹമേ, വിളിച്ചു പറയാനുള്ളത് നിങ്ങളെ തികവിലേക്ക്, പൂർണ്ണതയിലേക്ക്, ദൈവത്തിന്റെ നിത്യനിവാസമാക്കി വളർത്തുവാനുള്ള ദൈവിക സത്യം പൗലോസ് പറഞ്ഞു. വായിക്ക്. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. ഈ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ഇത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമാ. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ലോകത്തിൽ ഒരുപാട് പ്രഭുക്കന്മാരുണ്ടായിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ടൈറ്റാനിക്കിൽ കയറിയ വലിയൊരു സമൂഹം, ഏതാണ്ട് 800 ചില്ലുവാനം അടി നീളമുള്ള കപ്പല. 800-ലധികം അടി നീളമായിരുന്നു ആ ഒരു കപ്പലിന്. 800 അടി നീളം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഞങ്ങളുടെ ആരാധനാ ഹാള് എല്ലാം കൂടെ വന്നാൽ 400 അടിയേ ഉള്ളൂ. അതിൻ്റെ അത്രയും കൂടെ എന്ന് പറഞ്ഞാൽ MC റോഡും കഴിഞ്ഞ് അപ്പുറത്ത് പോകണം. അത്രയും നീളത്തിലേക്ക്, അത്രയും നീളമുള്ളതായ ഒരു വലിയ കപ്പലിനകത്ത് എത്രയെത്ര മുറികൾ. അത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, 3 ക്ലാസ്സിലായിട്ട് തരംതിരിച്ച് ആളുകളെ ഇരുത്തിയിരിക്കുകയായിരുന്നു. ലോകത്തിലെ വലിയ സമ്പന്നന്മാരുടെ നിരയാണ് ആ കപ്പലിനുള്ളിൽ കന്നിയാത്രയ്ക്ക് കയറിയത്. എന്നാൽ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെല്ലാം കരകാണാതെ ആ ആഴക്കടലിലേക്ക് താണുപോയി. അതെ, തങ്ങളുടെ ഗംഭീരമായ ജീവിതത്തിന്റെ പ്രൗഢി വെളിപ്പെടുത്തുവാൻ ഗാംഭീര്യത്തോടെ പോയി. പരിതാപമാണ്, നമുക്കും ദുഃഖമാണ്, എങ്കിൽ പോലും പറയാതിരിക്കാൻ തരമില്ല. അതെ, ഈ ലോകത്തിന്റെ എല്ലാ മേന്മകളും ധാടി മോടികളും, അതെ, ഈ പ്രശംസകളും ഉയർത്തി കാണിക്കുവാൻ യാത്ര തിരിച്ച് ദൈവത്തെ പോലും വെല്ലുവിളിച്ച ആ സ്മിത്ത് എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ ആ വെല്ലുവിളി, അതേ, അനവസരത്തിലായിരുന്നു, അഗാധ ഗർത്തത്തിലേക്കായിരുന്നു. ഒരു കൂറ്റൻ മഞ്ഞുകട്ട വന്ന് അന്വേഷിച്ച് തിരഞ്ഞു തിരിച്ചു പോകാനുള്ള അവസരം കിട്ടിയില്ല. ഇടിച്ചു തകർന്നു, വെള്ളം കയറി താണുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ജ്ഞാനികളുടെ ജ്ഞാനം അത്ര മാത്രമേ ഉള്ളൂ. അതെടുത്തു പറയാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്നവരായ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പിന്നെയോ, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, ദൈവം ലോകത്തെ, ഈ കാണുന്ന ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിന് വേണ്ടി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ മർമ്മമത്രേ ഞങ്ങൾ ജ്ഞാനമായി പ്രസ്താവിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ സത്യവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ വിശ്വാസികളെ കുറിച്ച് ഞങ്ങൾക്കൊരു പ്രശംസയുണ്ട്. ലോകത്തിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും
ലോകത്തിലെ ജ്ഞാനികൾക്ക് കിട്ടാത്ത ജ്ഞാനം ഈ പാവപ്പെട്ട ദൈവമക്കൾക്ക് കിട്ടിയിരിക്കുന്നു. എന്താണത്? നിത്യതയിൽ കർത്താവിനോടുകൂടെ ഇരിക്കുവാനുള്ള ആ വലിയ സൗഭാഗ്യം കരസ്ഥമാക്കാൻ ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന വസ്തുക്കളോ പേരോ സ്ഥാനമോ മാനമോ സഭയോ സമൂഹമോ ഇതൊന്നും കാര്യമാക്കാതെ സത്യമറിഞ്ഞപ്പോൾ ഇറങ്ങി തിരിച്ചത് എത്ര വലിയ ഭാഗ്യം, എത്ര വലിയ ഭാഗ്യം. ആ ഭാഗ്യം ലഭിച്ച പാവപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ജ്ഞാനികൾക്ക് ഇത് മനസ്സിലായില്ല. ലോകത്തിന്റെ ജ്ഞാനികളുടെ ജ്ഞാനമല്ല ആ മർമ്മം. എന്തായിരുന്നു ആ മർമ്മം? ആ മർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായവും വീട്ടിൽ പോയി വ്യക്തമായി വായിച്ചു നോക്കണം. ആ മർമ്മത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ മർമ്മത്തിൽ അതിപ്രധാനമായ മർമ്മമാണ് 2-ാം അധ്യായത്തിന്റെ 20, 21, 22 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പണി തുടങ്ങി. യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാക്കും. യഹോവ സിയോനെ പണിത്, ആ സിയോനെ പണിത് ഇതാ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പണിയുന്നു? ഒന്നാമത് മൂലക്കല്ലായി യേശു ക്രിസ്തു കാണുന്നു. അതെ, ഇവിടെ വായിക്കുകയാണ്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ക്രിസ്തു ലോകത്തിലേക്ക് വന്ന രാജാവ്, അതെ, അഭിഷിക്തനായവൻ പിതാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ സിയോനിൽ ശോധന ചെയ്ത കല്ല് വിലയേറിയ മൂലക്കല്ലായി സിയോനിലിട്ടു. പണി തുടരുകയാണ്. ഈ ഭൂമി വിട്ട് കടന്നു പോകുമ്പോൾ തന്റെ സ്ലീഹന്മാരെ, അപ്പോസ്തലന്മാരെ അടുക്ക വിളിച്ചിട്ട് അവർക്ക് അധികാരം കൊടുത്തു. അതെ, അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം. അതിനുവേണ്ടി അധികാരം പ്രാപിച്ച മനുഷ്യരുണ്ട്. എല്ലാവരും ഭൂലോകം മുഴുവൻ കറങ്ങിയാൽ പ്രയോജനമില്ല. ഭൂലോകം മുഴുവൻ കറങ്ങിയിട്ട് വന്നാൽ, നമ്മൾ കേട്ടിട്ടുണ്ട്, സത്യം എന്നാന്നും എനിക്കറിയില്ല, മൂന്നാറിനടുത്തൊരു സ്ഥലമുണ്ട് പളനി. രണ്ടുപേരെ വിളിച്ച് പറഞ്ഞു പോലും, ഒരാളോട് പറഞ്ഞു പോയി ഞാനപ്പഴം അന്വേഷിച്ചുകൊണ്ട് വരാൻ. ഒരാളങ്ങ് അന്വേഷിക്കാൻ പോയെന്ന്. ഞാനപ്പഴം, ഞാനപ്പഴം കയ്യിലിരിപ്പുണ്ട്, അന്വേഷിച്ചിട്ട് വന്നാൽ ആദ്യം ഭൂമി ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊന്നും പറയണ്ട, നല്ലതല്ല, അതുകൊണ്ട് പറയുന്നില്ല. സ്തോത്രം. ഇനി വേണ്ടി ഒരു രഹസ്യമായിട്ട് വന്നാൽ തനിയെ പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചില സംഭവമുണ്ട്. പഴം നീ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു, അതുകൊണ്ട് പളനിയായി. പഴം നീയാന്ന് പറഞ്ഞ് ഒരാൾക്ക് കൊടുത്തു എന്നാണ് ഐതിഹ്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും കറങ്ങാൻ ഇങ്ങനെ കറങ്ങി വന്നാൽ അതുകൊണ്ട് അവകാശം കിട്ടത്തില്ല. എന്നാൽ ദൈവവചന കർത്താവ് നിയമിച്ച, തിരഞ്ഞെടുത്ത് അയച്ചതായ ആളുകൾക്ക് മാത്രമാണ് അതിന് അവകാശം. അതാണ് ദൈവം കർത്താവായ യേശുക്രിസ്തു തന്റെ അടുക്കൽ വന്ന തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പുറപ്പെട്ടു പോവുക. അയക്കപ്പെട്ടവർ, അതാണ് അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുണ്ടോ? സഹോദര, സ്നേഹിത, താങ്കൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ, താങ്കൾ ആരാധിക്കുന്ന കൂട്ടായ്മയിൽ, താങ്കളുടെ ആത്മീക കെട്ടുപണിക്ക് വേണ്ടി താങ്കളെ ആത്മീകമായി ഉറപ്പിക്കുന്ന, അടിസ്ഥാനമായി കാണപ്പെടുന്ന, അതേ, ജീവിതത്തിന്റെ സർവസ്വവും ത്യാഗം ചെയ്ത് കർത്താവിനോട് കൂടെ യേശുവിന് വേണ്ടി മാത്രം ജീവിതത്തെ സമ്പൂർണമായി, അതേ, പരിത്യാഗം ചെയ്ത്, പ്രാണത്യാഗം ചെയ്ത്, ഈ ലോക സുഖങ്ങളെ വെടിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിതത്തെ അർപ്പണം ചെയ്ത, യേശുവിന്റെ അതേ തത്വത്തെ മുറുകെ പിടിച്ച യേശു പറഞ്ഞു, അത് ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുണ്ട്, ഭൂമിയിലെ കുഴിനരികൾ, ഈ കുറുനരികൾ, അവയ്ക്ക് കുഴികളുണ്ട്. നരിക്ക് കുഴിയും പറവയ്ക്ക് കൂടുമുണ്ട്. മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ല. ഇതാണ് എന്റെ മാർഗം. ഈ മാർഗം പിൻപറ്റാൻ മനസ്സുള്ളവൻ എന്റെ പിന്നാലെ വന്നാ മതി എന്നാണ് യേശു പറഞ്ഞതിന്റെ സാരാംശം. മനസ്സിലായോ? യേശു വന്നത് കൂടുവെക്കാനല്ല, കുഴി കുഴിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. ഈ കൂടും കുഴിയൊക്കെ എന്തിനാണെന്ന് ഇങ്ങനെ വായിച്ചു വിടുന്നുണ്ട് പലരും. പക്ഷെ പലർക്കും അത് ശരിയായിട്ട് പിടികിട്ടിയിട്ടില്ല. ഈ കൂട് കൂട്ടാൻ കാക്കയൊക്കെ തുടങ്ങുന്നത് ആ മുട്ടയിടാറാകുമ്പോഴാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പിന്നെ വംശവർദ്ധനവിനും സന്തതിയെ ഉൽപ്പാദിപ്പിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനാ. കുറുനരിയും അങ്ങനെയൊക്കെയാ. കുഴിയൊക്കെ മാന്താൻ തുടങ്ങുന്ന അന്നേരമാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ജഡീകമായ സംഭോഗത്തിനും ജഡീകമായ ജീവിതത്തിനും ഈ ലോക
ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്കും ഈ ലോക ജീവിതത്തിന്റെ അതേ പിന്നെ സന്താരണത്തിനും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ കൂടും കുഴിയുമൊക്കെ. ഇല്ലാത്തവർക്കെന്തിനാ കൂട്, ഇല്ലാത്തവർക്കെന്തിനാ കുഴി? യേശുവിന്റെ മാർഗം അതേ കൂടിന്റെ മാർഗമല്ല, കുഴിയുടെ മാർഗമല്ല. ഈ ലോകത്തിലുള്ള സുഖങ്ങളെ സന്തോഷങ്ങളെ എല്ലാം ത്യാഗം ചെയ്തിട്ട് യേശുവിന് വേണ്ടി ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടതായ അപ്പോസ്തലികമായ ജീവിതത്തിന്റെ ആ മർമ്മം മനസ്സിലാക്കിയവരുടെ സമൂഹമാണിത്. മനസ്സിലായോ? ഇത് അംഗീകരിക്കാൻ തയ്യാറാണോ? ഒരല്ലേലൂയ പറഞ്ഞാട്ട്. അതെ, ഹല്ലേലൂയ പറയാൻ ഞങ്ങൾ പ്രത്യേകം കാശൊന്നും കൊടുത്തിട്ടില്ല, കൈ കുഴഞ്ഞു. എന്നാലും ഇതൊന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതെ, യഥാർത്ഥമായ അപ്പോസ്തലന്മാർ ഇന്നും ലോകത്തിലുണ്ട്. ചിലരുടെ ഉപദേശം അതെ, യേശുവിന്റെ കൂടെ 12 പേരുണ്ടായിരുന്നു. ആ 12 പേരാണ് അടിസ്ഥാനം. യെരുശലേമിലെ 12 അടിസ്ഥാനം. അങ്ങനെയാണ് യൂദായുടെ സ്ഥാനം പോയല്ലോ. നിങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാകും? യൂദാ തൂങ്ങിച്ചത്തില്ലേ? 12 അപ്പോസ്തലന്മാരാണ്, 12 അടിസ്ഥാനമാണ് യെരുശലേമിന്. അതുകൊണ്ട് യേശുവിന്റെ കാലത്തെ ഉള്ളായിരുന്നു, ഇപ്പോഴങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന അതേ വാദികളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെ കൊഴയും. യൂദാ സ്ഥാനത്തില്ല. അപ്പോസ്തലൻ പൗലോസ് വിളിച്ചു പറഞ്ഞു, അപ്പോസ്തലന്മാരിൽ ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാരിൽ ഞാനും ഒരു അപ്പോസ്തലനാണ്. അപ്പോസ്തലത്വത്തിന്റെ ശുശ്രൂഷ എന്റെ ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അവകാശപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, നമ്മുടെ കർത്താവ് യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനം വരെ എല്ലാ നാളും അപ്പോസ്തലന്മാരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോകാവസാനം വരെ അപ്പോസ്തലന്മാരും ദൈവസഭയിൽ ലോകത്തിൽ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വചനം മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ ഇങ്ങനെ കർത്താവിന് വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത് യേശുവിനായി ജീവിക്കുന്ന അപ്പോസ്തലന്മാരുണ്ട്. എന്നാൽ മൂപ്പന്മാർ വേറെ ഉണ്ട് കേട്ടോ. അവർക്ക് ഏക ഭാര്യയും മക്കളും ഒക്കെ ആകാം, അതിന് തടസ്സമൊന്നുമില്ല. അവർക്ക് മൂപ്പന്മാരായിട്ട് ഡീക്കന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യം വായിച്ചാൽ അവരുടെ വിവരണമൊക്കെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ 1 തീമോഥെയോസ് 3-ാം അധ്യായം കൂടെ വായിച്ചു നോക്കിക്കോ. അവിടെയും ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിട്ട് കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് തെറ്റില്ല. അപ്പോസ്തലൻ അങ്ങനെയാകാൻ പാടില്ല. അതേ, കുടുംബമില്ലാതെ വിശ്വാസത്താൽ ജീവിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി കർത്താവിന്റെ സന്നിധിയിൽ ഏത് മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തുന്ന പൂർണ്ണതയുടെ ശുശ്രൂഷ ചെയ്ത് അതേ ആ സിയോനായി മാറണം. അതേ, ആ സിയോനിൽ അടിസ്ഥാനമായി തീരണം. അതിനാണ് ദൈവം തന്നതായ ആത്മീക സഭയുടെ വെളിപ്പാട്. ആ വെളിപ്പാടിലാണ് ഇന്ന് ഈ സഭ സത്യസഭയായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേശത്തിലെ ആയിരം അറിവുള്ള അതേ കഴിവുള്ള ഈ ദേശത്തിൽ അംഗീകരിക്കപ്പെട്ട ആയിരക്കണക്കിന് ആത്മാക്കൾ ഈ സത്യത്തെ അംഗീകരിച്ചത് ഈ സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അറിവില്ലാഞ്ഞിട്ട് പിൻപറ്റുകയല്ല ഇതിനെ, സത്യം യഥാർത്ഥമായി അറിഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്ത് അവരെ ഭൂതലത്തിലൊക്കെ അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രസംഗിക്കണം, ജ്ഞാനസ്നാനം കൊടുക്കണം, അവരോട് വചനമെല്ലാം പ്രസംഗിക്കണം. അതേ, പൂർണ്ണതയുടെ ഉപദേശം ഈ സഭാ സമൂഹത്തിലുണ്ട്. അതെ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാണ് ഞങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾ ത്യാഗം ചെയ്തത്. ഏത് മനുഷ്യനെയും പൂർണ്ണനാക്കണം. അതെ, ഏത് മനുഷ്യൻ, അതിന് ജാതിയില്ല, ഭാഷയില്ല, മതമില്ല, ഉയർച്ചയില്ല, താഴ്ചയില്ല, പണക്കാരൻ പാവപ്പെട്ടവനെന്നില്ല, പണ്ഡിതൻ പാമരനെന്നില്ല. ആര് വന്നാലും ഏതൊരു വ്യക്തിയെയും ഉൾക്കൊള്ളുവാൻ, ഏത് വ്യക്തിയെ സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ സത്യസഭയോട് ചേർക്കുവാൻ സകല ഭൂസീമാവാസികളെയും ഒന്നിച്ചു ചേർത്ത്. ആഫ്രിക്കക്കാരനുമുണ്ട്, പാപ്പാന്യൂഗിനിയയിലുമുണ്ട്, ഫിജിയിലുള്ളവനുമുണ്ട്, അതേ മനുഷ്യനെ തിന്നുന്നവരുമുണ്ട്. അതേ മാത്രമല്ല, എല്ലാം ഇറച്ചിയെല്ലാം നല്ലപോലെ പഴുത്തതിന് ശേഷം വേവിച്ച് തിന്നുന്ന നാഗാലാൻഡുകാരുമുണ്ട്. സകല മനുഷ്യരെയും വിളിച്ച് കേരളക്കാരും തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരും എല്ലാ സ്റ്റേറ്റിലുള്ളവരും എല്ലാ രാജ്യങ്ങളിലുള്ളവരും എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് എല്ലാവരെയും ഈ സത്യവചനപ്രകാരം ഉരുവാക്കിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പത്രോസ്, സഭയുടെ 1-ാമത്തെ അപ്പോസ്തലൻ, പ്രധാന അപ്പോസ്തലൻ, താൻ വിളിച്ചു പറഞ്ഞു. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്,
മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ. ദൈവസഭയിലുള്ള വിശ്വാസികൾ ആരാണ്? മൂലക്കല്ലായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരെന്ന അടിസ്ഥാന കല്ലുകളുടെ അടുക്കലേക്ക് ജീവനുള്ള കല്ലുകളായി അതേ വന്നു ചേർന്നവർ. പാപത്തിൽ മരിച്ചു കിടന്ന മനുഷ്യൻ കാൽവറിയിലെ രക്തത്താൽ പാപക്കറ കഴുകിക്കളഞ്ഞ് യഥാർത്ഥമായി അതേ ദൈവിക ജീവനിലേക്ക് കടന്ന് ജ്ഞാനസ്നാനമേൽക്കുമ്പോൾ ജീവന്റെ പുതുക്കം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ ജീവനും സമൃദ്ധിയായി ജീവനും പ്രാപിച്ച് ആത്മീക സഭയുടെ ഉപദേശപ്രകാരം അതേ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം ജീവിച്ച് ജീവന്റെ പൂർണ്ണത പ്രാപിക്കുമ്പോൾ വചനം എന്തു പറയുന്നു? നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടും, അപ്പോൾ നിങ്ങളും വെളിപ്പെടും. ഇവിടെ നമ്മൾ അതല്ലേ വായിച്ചത്? സിയോനെ പണിത് യഹോവ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ഇത് അവസാന രാത്രി യോഗമല്ലേ? ഒരു 5 നിമിഷം മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിച്ചാട്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഒന്ന് നിങ്ങളോട് ഓർപ്പിക്കട്ടെ. നമ്മുടെ വേദവചനത്തിന്റെ ചിന്താവിഷയത്തിന്റെ 2ാം ഭാഗം അത് അതിപ്രധാനമായ ഭാഗമാണ്. 1ാം ഭാഗമാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. യഹോവ സിയോനെ പണിയുന്നു. ആ പണി ഇന്ന് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ അതേ ദൈവപുത്രൻ പിതാവിനോട് വാഗ്ദത്ത വിഷയം ചോദിച്ച് ശിഷ്യഗണത്തിന് മേൽ, വിശ്വസിച്ചവരുടെ കൂട്ടത്തിന് മേൽ ആത്മാവിന് നൽവരത്തെ പകർന്ന് എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അന്ന് അവരുടെ ജീവിതത്തിന് സമൂല പരിവർത്തനമുണ്ടായി. അന്ന് മുതൽ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം മാറി. പത്രോസ് ആണെങ്കിലോ കൂടെ പറയുന്നതിൽ എനിക്കും അതൊരു അതിശയമായിട്ട് തോന്നാറുണ്ട്. പത്രോസ് അതിന് തൊട്ട് മുൻപ് ഒരു ബാല്യക്കാരത്തെ സ്ത്രീ വന്നിട്ട് നീയും ആ ഗലീലക്കാരന്റെ കൂട്ടുകാരനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആ മനുഷ്യനോ? അയ്യോ, ശപിക്കപ്പെട്ടവൻ, അവൻ നിമിത്തം ഞാൻ ഈ പാടെല്ലാം പെടുന്നു. അവനെ എനിക്കറിയത്തില്ല. ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. ഇത്രയും കാലം കയ്യിൽ നിന്ന് അപ്പവും വാങ്ങി തിന്നിട്ട് കൂടെ നടന്നിട്ട് ഇതുപോലെയല്ലേ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരും അനുഭവിക്കുന്നത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് തിന്മയായിരിക്കും നേരിടുന്നത്. ഈ പത്രോസിനെ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് നന്മ ചെയ്തവരെ നിന്ദിക്കുന്ന മനുഷ്യരായിരിക്കാം. അതേ, ചിലപ്പോൾ പ്രാണനാഥനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം. ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇതിന്റെ പിൻപിൽ കാരണം എന്തായിരുന്നു? ഭയം. അവന്റെ ഉള്ളിലെ ഭയമാണ്. ഇനി മരിക്കുമോ, ആ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയം വന്നു. യേശുവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഭയന്ന് വിറച്ചു നിന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പണ്ടൊക്കെ നമ്മളൊക്കെ പാടുമായിരുന്നു, പരനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ, പരൻ ചേർന്ന് പാട്, സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുത്ത ദുഃഖം നിറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. മറിയാമതിരാവിലെ യേശുവെ കാണാഞ്ഞിട്ടുള്ളം തകർന്നു. മറിയ സ്നേഹത്താൽ നിറഞ്ഞ് കല്ലറയ്ക്കൽ വന്നു. എന്നാൽ കൂടെ നടന്ന പത്രോസോ ആ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ കഴിഞ്ഞകാല ജീവിതത്തിൽ എത്രയെത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ നീ അനുഭവിച്ചിട്ട് ഇന്നും പ്രാണനാഥനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നീ അകന്നു പോകുകയാണോ? യേശു പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂകുന്നതിന് മുൻപേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് അവൻ ഇങ്ങനെ കണ്ടിട്ട് നോക്കുമ്പോൾ യേശു ഈ വേദനയോട് അവനെ തിരിഞ്ഞു നോക്കുകയാണ്. യേശു തിരിഞ്ഞു നോക്കുന്നത് കണ്ടിട്ട് പത്രോസിന്റെ ഉള്ളം തകർന്ന പത്രോസ് പുറത്തുപോയി വായ് വിട്ട് കരയുവാൻ തുടങ്ങി. അലറി വിളിച്ച് കരഞ്ഞു. പക്ഷേ വിടുതലില്ല. യേശുവിനെ കൊന്നുകളഞ്ഞു. യേശു ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ആ പെന്തക്കോസ്ത് നാളിലേക്ക് നോക്കുക. യേശുവിനെ ക്രൂശിച്ചത് കണ്ട് ഭയന്ന്
ആ മാളിക മുറിയിൽ വാതിലടച്ച് ഭയന്നിരുന്ന പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വന്നിറങ്ങി. കൂടെയിരുന്ന സ്ലീഹന്മാരുടെ മേൽ ആത്മാവ് ഇറങ്ങി. കാത്തിരുന്ന ഏതാണ്ട് 120 പേർ ഒന്നിച്ച് ആത്മാവിൽ ആരാധിക്കാൻ ആരംഭിച്ചു. അവരാത്മാവിൽ ആരാധിച്ച് കാത്തിരിക്കുകയാണ്. കാരണം യേശു സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ ഇവര് നോക്കി നിൽക്കുകയായിരുന്നു. ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ആകാശത്തിൽ ഇതാ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരാകാശമേഘത്തിൽ ഇങ്ങനെ ചിറകടിച്ച് പറന്നു നിൽക്കുന്നു. 2 മാലാഖമാരായിരുന്നു. അവര് ചിറകടിച്ച് പറന്നു നിൽക്കുമ്പോൾ അവര് ചോദിച്ചു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് കടന്നു പോകുന്നവനായി കണ്ട ഈ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതെ. ദൈവദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഈ ലോകത്തില് എത്ര കോടി പേര് മരിച്ചു, എത്രയെത്ര അവതാരങ്ങൾ മരിച്ചു, എത്രയെത്ര ഭക്തന്മാര് മരിച്ചു, എത്ര സഭാ നേതാക്കന്മാര്, എത്ര മത നേതാക്കന്മാര് മരിച്ചു. ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ചരിത്രമുണ്ടോ? ആരും കേട്ടിട്ടില്ല. മാലാഖമാര്, സ്വർഗമാലാഖമാര് ആകാശത്തിൽ വട്ടമിട്ട് പറന്ന് കാത്തുനിന്ന ശിഷ്യന്മാരുടെ മുഖത്തേക്ക് നോക്കി അവരോട് വിളിച്ചു പറഞ്ഞു, അതെ, കയറിപ്പോകുന്നവനായി കണ്ടില്ലേ, അവൻ വീണ്ടും വരും. അവൻ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ തന്നെ തന്റെ ശിഷ്യന്മാരോട് മുമ്പ് തന്നെ ഇത് പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2ഉം 3ഉം വാക്യം വായിച്ചാൽ കാണാം. 1 മുതൽ വായിച്ചാൽ അതെ ഞാൻ പറയാം. അതെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. യഹോവ സിയോനെ പണിയുന്നു. ദൈവത്തിന്റെ വാസസ്ഥലത്തിൽ അനേക ഭവനങ്ങളുണ്ട്. സകല വിശുദ്ധന്മാർക്കും ചെന്ന് പാർക്കുവാൻ, വീണ്ടെടുക്കപ്പെട്ടവർക്കെല്ലാം ചെന്ന് പാർക്കുവാൻ അവിടെ മനോഹരമായ മന്ദിരങ്ങളുണ്ട്, മനോഹര സൗധമുണ്ട്. അവിടെ പിതാവിന്റെ ഭവനമെന്ന് പറയുന്ന ആ സിയോനിൽ പണിയുന്ന ആ മനോഹരമായ പണി അത് പൂർത്തിയാകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അവിടെ ഓരോ അവകാശം തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് വിളിച്ചു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഉണ്ട്, വാസസ്ഥലമുണ്ട്, എല്ലാവർക്കും സ്ഥലമുണ്ട്, അവിടെ വിശാലമായ സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. I go to prepare a place for you. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുകയാണ്. ആ ഒരു പ്രത്യേക സ്ഥലം അതാണ് സിയോനിൽ ആരംഭിച്ചത്. പൂർവകാലം മുതൽ, പൂർവപിതാക്കന്മാരുടെ കാലം മുതൽ അതെ എല്ലാ ഭക്തന്മാർക്കും വാസസ്ഥലമുണ്ടെങ്കിലും അതെ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവപുത്രന്റെ മരണം മുതൽ അതെ ഒരു പ്രത്യേക പണി, ആ പണിയുടെ പേരാണ് സിയോനും യെരൂശലേമും തമ്മിൽ ഇണക്കിയ നഗരമായി പണിയുന്ന പണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നിത്യതയിലെ വാസസ്ഥലം. അതാണ് വീണ്ടെടുക്കപ്പെട്ട, പൂർണ്ണരാക്കപ്പെട്ട പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാർക്കുള്ള വാസസ്ഥലം. അതിന്റെ പേരാണ് പുതിയ യെരൂശലേം, സിയോൻ. അത് ബൈബിളിൽ എല്ലായിടത്തും ഇല്ല, പഴയ നിയമകാലത്തുണ്ടായിരുന്നു. എന്റെ സമയം തീർന്നിരിക്കുന്നു. എങ്കിലും ഞാൻ ചുരുക്കമായി പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ദൂത്, ഇനി ഒരു പ്രസംഗം, ഇനി ഒരു അവസരം നമുക്ക് ലഭിക്കുമോ? ചില നിമിഷങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിലേക്കൊന്ന് ശ്രദ്ധയെ തിരിക്ക്. അതെ, ദൈവത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ, ഭയാനകമായ അന്തരീക്ഷത്തിൽ അവിടെ നാടുകടത്തപ്പെട്ട് അങ്ങനെ വേദനയുടെ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ അവനിൽ വന്ന ആത്മാവിന്റെ അഭിഷേകം, ആ പെന്തക്കോസ്ത് നാളിൽ സെഹിയോൻ മാളിക മുറിയിൽ അവൻ പ്രാപിച്ച ആത്മാവിന്റെ അഭിഷേകം, ആ ഈജിയൻ കടലിടുക്കിൽ, ഏഷ്യ മൈനറിന്റെ കിഴക്ക് ഭാഗത്ത്
ഇതാ ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ, പാറക്കെട്ടുകൾ നിറഞ്ഞ പത്മോസിൽ, കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന അന്തരീക്ഷത്തിൽ, ജീവനോടെ കൊത്തിക്കൊണ്ടുപോകുന്ന ഭയങ്കര കഴുകുകൾ നിറഞ്ഞ ആ കാട്ടുപ്രദേശത്ത് ഒരു മനുഷ്യനെ ഏകാഗിയായി കൊണ്ട് തള്ളിയിട്ട് അവർ കടന്നുപോയി. എന്നാൽ അവൻ ആശ്രയിക്കാൻ ആരുമില്ല. അവൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിന്റെ വിവശതയിൽ ആത്മാവിൽ ആരാധിക്കുകയാണ്, ആത്മാവിൽ നിറയുകയാണ്. അപ്പോൾ അവന്റെ ചുറ്റും ഒരു തേജോ വലയം വന്നു. ദൈവത്തിന്റെ മാലാഖമാർ അവന്റെ ചുറ്റും വന്നപ്പോൾ കഴുകുകളെല്ലാം പറന്നകന്നു. അവനെ തിന്നുവാൻ ഒരു ജീവിക്കും സാധ്യമായില്ല. ആ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ഏകാന്തപതികനായി അവനെ ദൈവദൂതന്മാരാണ് കാവൽ ചെയ്തത്. ദൈവാത്മാവ് അവനെ ഉയർത്തി ഉയർത്തി ഉയരങ്ങളിലേക്ക് കൊണ്ടുചെന്നു. ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവൻ അവിടെ കാണുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ സിയോനും യെരൂശലേമും അവൻ ദൂരെ കാണുകയാണ്. എന്റെ പിതാവിന്റെ ഭവനമെന്ന് അന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്നാൽ ഇതാ ദൈവാത്മാവ് യോഹന്നാന്, തന്റെ അപ്പോസ്തലന് അത് വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഒരു നിത്യഭവനമുണ്ട്, അത് സിയോനാണ്, അത് ദൈവത്തിന്റെ പുതിയ യെരൂശലേമാണ്. അക്ഷരികമായ യഹൂദന്മാരുടെ യെരൂശലേമല്ല, ദാവീദ് പിടിച്ച സിയോനല്ല. നിത്യതയിൽ ആ സ്ഥലത്തിന്റെ പേര് അത് തന്നെയാണെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1-2 വാക്യം വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒന്നാമത്തെ ആകാശം, ഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ഭൂമിയും നാം കാണുന്ന ഈ ആകാശവും ഒഴിഞ്ഞുപോയി. ഇത് ഒഴിഞ്ഞു പോകും. യേശു തന്നെ പറഞ്ഞതാണ്, അതേ വസ്ത്രം ചുരുട്ടും പോലെ ആകാശം ഒഴിഞ്ഞു പോകും. ഈ ഭൂമി അതേ വെന്തഴിഞ്ഞ് അതില്ലാതെയാകും. പിന്നെ സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കാഴ്ച. ആ മണവാട്ടിയെ യോഹന്നാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിനെ ഒന്ന് ഇറക്കി കാണിച്ചത്. ആ മനോഹരമായ പുതിയ യെരൂശലേം, അതാണ് ദൈവത്തിന്റെ യഥാർത്ഥ സഭ. അതാണ് ദൈവത്തിന്റെ ജീവനുള്ള കല്ലുകൾ ചേർത്ത് പണിയുന്ന ദൈവനഗരം. അതേ പ്രിയപ്പെട്ടവരെ, ആ നഗരത്തിനൊരു തലസ്ഥാന നഗരമുണ്ട്. അതിന്റെ പേരാണ് വെളിപ്പാട് പുസ്തകം 14 അധ്യായം 1 വാക്യത്തിൽ എഴുതി വെച്ച്, അതേ പിന്നെ ഞാൻ സിയോൻ മല കണ്ടു. അതേ പ്രിയപ്പെട്ടവരെ, യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുവാൻ ആ സിയോൻ മലയിൽ അന്നൊരിക്കൽ അതേ ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിന്റെ പാപം ചുമക്കുവാൻ ഇറങ്ങി വന്നവൻ ഇന്നിതാ ആ സിയോൻ മലയിൽ ഒരു കുഞ്ഞാടായി നിൽക്കുവാനായി ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയിരിക്കുന്നു. ആ സിയോന്റെ പണി പൂർത്തിയാകുമ്പോൾ അതോടൊപ്പം യെരൂശലേമിന്റെ പണിയും പൂർത്തിയാകുമെന്ന് 147 സങ്കീർത്തനം 2 വാക്യത്തിൽ 147 സങ്കീർത്തനം 2 വാക്യം പറയുന്നു, യഹോവ യെരൂശലേമിനെയും പണിയുന്നു. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന് മേൽ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ, ഈ സത്യവചനത്തെ അംഗീകരിക്കുന്ന ആത്മീക സമൂഹത്തെ ദൈവം തന്നെ ആ പാപങ്ങളെ ക്ഷമിച്ച് കാൽവറി രക്തത്താൽ കഴുകി ജ്ഞാനസ്നാനത്തിലൂടെ ജീവന്റെ പുതുക്കത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ആത്മാവിനാൽ ദൈവത്തിന്റെ ഭവനമായി പണിത് തേജസ്സിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. അവൻ പ്രത്യക്ഷനാകാൻ പോകുകയാണ്. എന്തിനു വേണ്ടി? പൂർണ്ണരാക്കപ്പെട്ട വിശുദ്ധർക്കായി, അതേ ദൈവത്തിന്റെ സഭയ്ക്കായി. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, സങ്കീർത്തനത്തിൽ വായിച്ചു, കൊലോസ്യ ലേഖനം 3 അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചാൽ കാണാം, അതേ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. യോഹന്നാന്റെ 1 ലേഖനം 3 അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ കാണാം, അതേ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, ഇനി ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, എങ്കിലും അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ ആരാധിക്കാൻ ആഗ്രഹമുള്ളവര് ഇപ്പോൾ മുഴങ്കാലുകളെ മടക്കിക്കാട്ട്. എല്ലാവരും മുഴങ്കാലുകളെ മടക്കി ആത്മാവിൽ ആരാധിക്കണം. ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അതേ ആ പൂർണ്ണതയുടെ ദൈവിക ദൂതുകൾ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവവചനം അനുസരിക്കാൻ തയ്യാറാണോ? യഹോവ സിയോനെ പണിത് അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകാൻ പോകുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവടുത്തു പോയി, അതേ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അതേ കള്ളനെ പോലെ ഒരു രഹസ്യവരവുണ്ട്. അത് കഴിഞ്ഞാൽ ആകാശമേഘത്തിൽ അത് രക്തസാക്ഷികളെ ചേർക്കാൻ വീണ്ടും വരും. അത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ മൂന്നാമത് മഹാ തേജസ്സോട് ശക്തിയോടും
ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങി വരുമെന്ന് അവൻ പീലാത്തോസിന്റെ മുൻപിൽ നിന്ന് വെല്ലുവിളിച്ച് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കള്ളനെ പോലെ വരുന്നത് തന്റെ സഭയ്ക്കാണ്. രക്തസാക്ഷികളെ ചേർക്കുവാൻ അർദ്ധരാത്രിക്ക് വരും. എന്നാൽ ഒടുവിലായിട്ട് 1000 ആണ്ട് വാഴ്ച നടത്തുവാനും അതേ ഈ ലോകത്തെ ന്യായം വിധിക്കുവാനും വേണ്ടി അവൻ രാജാതിരാജാവായി അതേ സർവ കണ്ണുകളും കാണ് അവനിതാ ആകാശമേഘങ്ങളെ വാഹനമാക്കി മഹാശക്തിയോടും തേജസ്സോടും വെളിപ്പെടും. അങ്ങനെ അവന്റെ പ്രത്യക്ഷതയെ കുറിച്ച് നാം അറിയുന്നു. അവൻ വരുവാൻ സമയം അടുത്തുപോയി. കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയോടിരിക്കുമോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ ശനിയാഴ്ച രാത്രി, ഈ ആത്മാവിൽ ആരാധിക്കേണ്ട രാത്രി ഇതാ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയും ആത്മാവിനാൽ ഒന്നിച്ചു പണിത് ദൈവത്തിന്റെ നിവാസമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സമർപ്പിക്കുമെങ്കിൽ ഒരു പുതിയ അഭിഷേകം നമ്മുടെ മേൽ വന്നിറങ്ങാൻ പോകുകയാണ്. ആ സിയോനായി, ആ ദൈവത്തിന്റെ പുതിയ യെരൂശലേമായി നിന്നെ പണിത് നിത്യനഗരമാക്കി മാറ്റുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. സമർപ്പിക്കാം. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നിത്യവാസസ്ഥലമൊരുക്കേ